Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. പ്രിയനാരാണ് ഞാനാണ് മാം. പഠിക്കും ചന്ദനേറിയ പൂവിലും ശബളാപമാം ശലഭത്തിലും സന്തതം കരതാരിയൊരു ചിത്രചാരുതി കാട്ടിയും അന്തചാരു കടാക്ഷമാലകൾ അക്കരേഷ്ണിയിൽ നീട്ടിയും ചിന്തയാ മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ചിന്തയാം മണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. Good afternoon, ma'am. Today's thought is failure is not the opposite of success, it is a part of success. ഞാനാണ് മാം. ഹായ് കൂട്ടുകാരെ, നമുക്ക് ഇന്ന് ഒരു കഥ കേൾക്കാം. കഥയുടെ പേരാണ് കോപത്തിന്റെ ഫലം. ഒരിടത്ത് ഒരു കുടുംബത്തിൽ അദ്ദേഹത്തിന് അച്ഛനും അമ്മയും ഒരു മകനും താമസിച്ചിരുന്നു. മകൻ വളരെ മുൻകോപിയായിരുന്നു. ആ വ്യക്തിക്ക് എല്ലാത്തിനോടും ദേഷ്യമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞു, നിനക്ക് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ നീ നമ്മളെ വീടിന്റെ ചുമരിന്റെ മുകളിൽ ഓരോ ആണി അടിക്കുക എന്ന് പറഞ്ഞു. അതായത് ഏത് വ്യക്തിയുടെ അടുത്താണെങ്കിലും ദേഷ്യം തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ അതുപോലെ ദേഷ്യം തോന്നുന്ന സമയത്തൊക്കെ ഈ ചുമരിന്റെ മുകളിൽ ഓരോ ആണി അടിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞു, നിനക്ക് ആ വ്യക്തികളോട് ക്ഷമിക്കാൻ തോന്നുകയാണെങ്കിൽ, നിന്റെ മനസ്സ് ഫ്രീ ആണെങ്കിൽ നീ എല്ലാവരോടും ക്ഷമിച്ചു എന്നുണ്ടെങ്കിൽ ആ ആണികളൊക്കെ അവിടുന്ന് അഴിച്ചെടുക്കാനായിട്ട് പറഞ്ഞു. പക്ഷെ അച്ഛൻ പറഞ്ഞതുപോലെ കുറച്ച് നാളുകൾക്ക് ശേഷം വീട്ടിന്റെ ചുമരിന്റെ മുകളിൽ ആണിയെല്ലാം പോയി. അതായത് അദ്ദേഹം എല്ലാവരോടും ക്ഷമിച്ചു. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചുമരിന്റെ മുകളിൽ ആണി പോയിരുന്നെങ്കിലും ചുമരിലെ ആഴത്തിലുള്ള തുളകൾ ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു, കോപം പിന്മാറിയാലും അതിന്റെ പാടുകൾ മനസ്സിൽ ശേഷിക്കും. അതായത് വാക്കുകൾക്കും വികാരങ്ങൾക്കും അതിൻ്റെതായ ശക്തിയുണ്ട്. ഓരോ വ്യക്തികളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ അത് മാറാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വ്യക്തികളോട് സംസാരിക്കുമ്പോഴും സൂക്ഷിച്ച് സംസാരിക്കുക, അവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാതിരിക്കുക. താങ്ക് യു. Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Good afternoon, Good Miss. afternoon, Miss. PDF കാണാമോ നിങ്ങൾ? മിസ് സ്ക്രീൻ കാണുന്നില്ല. മിസ്സിനെ കാണുന്നില്ല. ഓക്കെ, തേർഡ് ചാപ്റ്റർ അപ്പം മനസ്സെടുത്ത് തുടങ്ങിയോ? കഴിഞ്ഞോ? തേർഡ് ചാപ്റ്റർ എടുത്തോ? നിങ്ങൾക്ക് തേർഡ് ചാപ്റ്റർ അത് കഴിഞ്ഞിട്ട് നീറ്റ്സ് എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ പോയി? മിസ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ 4 സ്റ്റേജസ് ആണ് എടുത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ. നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ പോയി? അനു, ജയശ്രീ, ലുത്തിയേക്ക. മിസ് ഹെൽത്ത് ഇഷ്യൂ ആയിരുന്നു. മിസ് പാടില്ലായിരുന്നു. 3 പേർക്ക് ഒരുമിച്ച്. ഞാൻ വീട്ടിൽ പോയതായിരുന്നു, എന്റെ വീട്ടില്. ഓക്കെ, ശരി. ലുത്തിയേക്ക
ഞാനേ പുറത്തു പോയിരിക്കായിരുന്നു മിസ്സേ. അതെ, ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു ഒരു എമർജൻസി ലീവിനെ. അപ്പൊ പുറത്തോട്ട് പോവാനുണ്ടായിരുന്നു, അങ്ങനെ പോയതായിരുന്നു. ശരി, പോയാണോ? തിരിച്ചു പോയോ? ആ, തിങ്കളാഴ്ച പോയി. എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണോ? സുഖാണ് മിസ്. ഗോപിക, ഉണ്ട് മാം. ഗോപികയ്ക്ക് ഒരു കാര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ മാം. അതെ, എന്ത് സന്തോഷം. കണ്ടുപിടിച്ചാ? കണ്ടുപിടിച്ചു. ഓക്കെ, പറഞ്ഞു കൊടുത്തോളൂ. ഒരു മിനിറ്റ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിലെ സ്റ്റേജസ് കംപ്ലീറ്റ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ റെക്കോർഡ് കണ്ടവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കണം. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടെക്സ്റ്റ് ഭാഗത്തിലേക്ക്, ടെക്സ്റ്റിലുള്ള പോർഷൻസ് സ്റ്റാർട്ട് ചെയ്തതില് മേജർ ആയിട്ടുള്ള ഡെവലപ്മെന്റ് സ്റ്റേജിൽ നടക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, അതായത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജസിൽ നടക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. അതിൽ നാലാമത്തെ പോയിന്റ് എത്തിയപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. അപ്പൊ ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ ഗോപികനെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഗോപിക പറഞ്ഞു കൊടുത്തോളാം, സിമ്പിൾ ആയിട്ട് പറയണേ. ഓക്കെ മാം. അതായത് പിയാഷയുടെ തേർഡ് സ്റ്റേജ് ആയ ഏതാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജ്, അതായത് 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വളർച്ചയുടെ കാലഘട്ടമാണ്. ആ സമയത്ത് അവരുടെ ഭൗതിക വളർച്ചയാണ് ആ സമയത്ത് നടക്കുന്നത്. അതിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് the child became more efficient in selecting, developing and applying cognitive operations in relation to material objects. ഇതായിരുന്നു നമ്മളുടെ പോയിന്റ്. അപ്പോ ഈ പോയിന്റിൽ എന്താണ് കുഞ്ഞുങ്ങളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടുപിടിക്കണമെന്നാണ് മിസ് പറഞ്ഞത്. അപ്പൊ എല്ലാവരും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എന്റെ ഇത് പറഞ്ഞു തരികയാണ്. അതായത് കുട്ടികളില് ഭൗതിക വസ്തുക്കളുമായി ബന്ധപ്പെട്ട ഭൗതിക പ്രവർത്തനങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടം, അതായത് അതുമായിട്ട് പ്രയോജനപ്പെടുത്തലും കൂടുതൽ കാര്യക്ഷമമാകുന്ന ഒരു സമയമാണ് ഈ 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മളിപ്പോ പറയുന്നത് പിയാഷയുടെ തിയറിയാണ്. അതിലെ 3ാമത്തെ സ്റ്റേജിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഘട്ടത്തില് കുട്ടികള് വസ്തുക്കളെ നേരിട്ട് കാണാൻ, കൈകാര്യം ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ കാലഘട്ടത്തിലാണ് നമ്മൾ എന്താണ് കുഞ്ഞുങ്ങള് വസ്തുക്കളെ നേരിട്ട് കാണുകയും അവരതിനെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അതായത് അതുമായിട്ടുള്ള അനുഭവശേഷിയും പിന്നെ എന്താണ് ചിന്താശേഷിയും പിന്നെ അവർ വികസിപ്പിക്കും ഈ 7 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളിൽ. പിന്നെ ഇവര് ലോജിക്കലി ചിന്തിക്കും. എന്താ, കാണുന്ന കാര്യങ്ങളിൽ മാത്രം ഇവര് ലോജിക്കലിലുള്ള ചിന്ത ഉണ്ടാവും. മനസ്സിലായോ? അല്ലാണ്ട് നമ്മൾ വിചാരിക്കുക ലോജിക്കലി ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മള് എന്താണ് വലുതായിട്ട് അവർ ചിന്തിക്കുക അല്ല. അവർ കാണുന്ന കാര്യങ്ങൾ അവർ ലോജിക്കലി ചിന്തിക്കാനുള്ള ആ ഒരു പ്രായമാണ് 7 മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഭൗതിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാലഘട്ടമാണ്. ഇനി നിങ്ങൾക്ക് സംശയം വരും, എന്താണ് ഈ ഭൗതിക പ്രവർത്തനങ്ങൾ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്നതെന്ന് അല്ലെ? അവര് ചിന്തിക്കും. ഇപ്പൊ നമ്മള് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. നമ്മളുടെ കുഞ്ഞിന്റെ അടുത്ത് സ്കൂൾ കഴിഞ്ഞ് വരുമ്പോ നമ്മൾ ചോദിക്കുകയാണ്, ഇന്ന് എന്താണ് നമ്മുടെ കുഞ്ഞിന് ക്ലാസ്സിൽ പഠിപ്പിച്ചത്? അപ്പൊ അവരിങ്ങനെ ചിന്തിച്ചിട്ട് പറയും, ഇന്നൊരു പോയം പഠിപ്പിച്ചു മിസ്, ആ പോയത്തിലേക്ക് അതിന്റെ കഥ ഇങ്ങനെയാണ്, എന്നിട്ടാണ് മിസ് ആ പോയം ഇങ്ങനെ പറഞ്ഞു തന്നത്. അത് അവരെ ചിന്തിക്കുകയല്ലേ ചെയ്യുന്നത്. പിന്നെ നമ്മള് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് ഭൗതികപരമായ കാര്യമാണ്. പിന്നെ വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കുറെ ഒരു ബാസ്ക്കറ്റിൽ നമ്മൾ കുറെ കളിപ്പാട്ടങ്ങൾ എടുത്ത് വെച്ചേക്കാണെന്ന് വിചാരിച്ചോ. അതിൽ കുറെ പസിൽസും പിന്നെ നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവര് അത് കൊണ്ടുവന്ന് എടുത്തിട്ട് സെലക്ട് ചെയ്യും. ഏതെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എല്ലാം എടുക്കത്തില്ല, അതാദ്യം മൊത്തത്തിൽ കൊണ്ടുവന്നിട്ട് സെലക്ട് ചെയ്ത് എടുക്കും. എടുത്തിട്ട് അതിൽ അവർ ചിന്തിക്കും. അടുത്തത് അവർ ഡെവലപ്പ് ചെയ്യാണ്. അവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി അവർ ഡെവലപ്പ് ചെയ്യും. എന്താണ്, ഇത് വെച്ച് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും അല്ലെ? നമുക്ക് ഇത് വെച്ച് ബിൽഡിങ് ചെയ്യാൻ പറ്റുമോ? ഇനി പസിൽസ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പൊ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ 7 വയസ്സ് 1, 2 പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ 3 പസിൽസ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അത് അവർക്ക് ഇഷ്ടമുള്ള കഥാപാത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയ പസിൽസ് ആണെങ്കിൽ അവർ ആ കളർ വെച്ച്
നോക്കും ഇത് എവിടെയാണ് കയറ്റി നമ്മളിങ്ങനെ പസിൽസ് എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, ഇങ്ങനെ കയറ്റി വെച്ച് അതൊരു ഫുൾ ആക്കുന്നതാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് അവർ കയറ്റി വെക്കുന്നത്, അതിന്റെ ഇപ്പൊ ഡ്രസ്സിന്റെ കളർ, ചിലപ്പം അവരുടെ മുടിയുടെ, അതായത് അവർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ അതാണെങ്കിൽ അവർ അതെല്ലാം സെലക്ട് ചെയ്ത് നോക്കും. അങ്ങനെ അവർ പസിൽസ് ക്രിയേറ്റ് ചെയ്ത് വെക്കും. പിന്നെ നമ്മൾ നോക്കാണ് വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാഴ്ചയിലൂടെ നമ്മൾ പറഞ്ഞല്ലോ, കാഴ്ചയിലൂടെയാണ് അവർ ലോജിക്കലി തിങ്ക് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് ഇപ്പോ രാവിലെ നമ്മൾ മുറ്റത്തോട്ട് ഇറങ്ങുകയാണ്, കുഞ്ഞുങ്ങൾ ഉറക്കം കഴിഞ്ഞിട്ട് മുറ്റത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പൊ നമ്മളെ വിളിച്ചു പറയും, അമ്മ ഇന്നലെ രാത്രി മഴ പെയ്തു. അപ്പൊ നമ്മൾ ചോദിക്കും അത് അവൻ എങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിച്ചാൽ, മുറ്റത്ത് വെള്ളം എല്ലാം നനഞ്ഞ് മുറ്റം നനഞ്ഞ് കിടക്കുന്നു, ചെടികളിലെല്ലാം വെള്ളം ഇങ്ങനെ പറ്റിയിരിക്കുന്നു. അപ്പൊ അവന് അത് കണ്ടുകൊണ്ട് അവൻ ചിന്തിക്കുകയാണ് ഇന്നലെ രാത്രിയില് മഴ പെയ്തു. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ചിന്ത അവന് ആ സമയങ്ങളാണ്, 7 മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് അവന് വരുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവൻ ഓരോ കാര്യങ്ങൾ പ്രയോഗിക്കുമല്ലോ നമ്മളുടെ വീട്ടിൽ വന്ന്. ഇപ്പൊ സ്കൂളിലാണെങ്കിൽ നമ്മൾ പഠിപ്പിക്കുകയാണ്, ഷേപ്സ് ഒക്കെ പഠിപ്പിക്കുന്ന സമയമാണല്ലോ, നമ്മൾ ജോമെട്രി ആയിട്ട് ബന്ധപ്പെട്ട് ഷേപ്സ് ഒക്കെ പഠിപ്പിക്കുന്ന സമയമാണ്. അപ്പൊ നമ്മളുടെ വീട്ടിൽ വന്നിട്ട് കുഞ്ഞു നമ്മളോട് പറയാണ്, ഇപ്പൊ TV കാണുമ്പോൾ അമ്മ ഇത് റെക്ടാങ്കുലർ ഷേപ്പാണ് നമ്മുടെ TV. മിസ് ഇന്ന് പറഞ്ഞിരുന്നു റെക്ടാങ്കുലർ ഷേപ്പിന് എന്താണ് 2 സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ TV എന്താണ് അങ്ങനെയാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് കൊടുക്കുന്ന ടിഫിൻ ബോക്സ് റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ അവൻ പറയും ഇത് സർക്കിൾ ആണ്, എന്റെ ടിഫിൻ ബോക്സ് എന്താണ് സർക്കിൾ ഷേപ്പ് ആണ്. അപ്പൊ അവിടെ അവർ പ്രയോഗിക്കുകയാണ്, അപ്ലൈ ചെയ്യുകയാണ്. അതാണ് നമ്മൾ ഈ 3rd പോയിന്റിൽ പറയുന്നത്, ദ ചൈൽഡ് ബിക്കെയിം മോർ എഫിഷ്യന്റ് ഇൻ സെലക്ടിങ്. അവര് സെലക്ട് ചെയ്യും. മനസ്സിലായോ? ആദ്യം നമ്മൾ പറഞ്ഞു, ഇപ്പൊ കുറെ കളിപ്പാട്ടങ്ങളുടെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. പസിൽസ് എല്ലാം അവർ സെലക്ട് ചെയ്തിട്ട് അവരതിനെ ക്രിയേറ്റീവ് അത് ചെയ്യാൻ നോക്കും. അത് കഴിഞ്ഞ് എന്താ ഡെവലപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതെന്താണ് നമ്മൾ പറയുന്നത്, ഡെവലപ്പ് ചെയ്യാണ്. സെലക്ട് ചെയ്ത് കൊണ്ടുവച്ച സാധനത്തെ അവരുടെ യുക്തി അനുസരിച്ച് അവർ എവിടെയാണ് ഒട്ടിച്ചു വെക്കേണ്ടത്, എങ്ങനെയാണ് അല്ലെങ്കിൽ ബിൽഡ് ചെയ്യേണ്ടത് അത് ചെയ്യും. പിന്നെ എന്താണ് പറയുന്നത്, അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുന്നതിന്റെ എക്സാമ്പിൾ ആണ് ഞാനിവിടെ പറഞ്ഞത്. അവർ കണ്ട കാഴ്ചകള് നമ്മൾക്ക് വേണ്ടി നമ്മളോട് വന്ന് പറഞ്ഞു തരും. ഇന്നത് എന്റെ ടിഫിൻ ബോക്സ് ഇങ്ങനത്തെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ TV ഈ ഷേപ്പാണ്. അപ്പൊ കാണുന്ന കാര്യങ്ങളില് അതാണ് ഞാൻ പറഞ്ഞത്, ഭൗതിക പ്രവർത്തനങ്ങളാണ് ഈ 3rd സ്റ്റേജിൽ മൊത്തത്തില് കുഞ്ഞുങ്ങളിൽ 7 വയസ്സ് തൊട്ട് 11 വയസ്സിൽ കാണുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ കാണുന്ന കാര്യങ്ങൾ അവർ ലോജിക്കലി ചിന്തിക്കും. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ ആ ഒരു പോയിന്റ് എന്താ പറഞ്ഞേന്ന്? ഈ ഒരു സ്റ്റേജിൽ ഏത് മെറ്റീരിയൽസുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഏത് മെറ്റീരിയൽസ് ആണ് ഇവിടെ ഇടപെടുന്നത്? അവര് ഭൗതിക വസ്തുക്കളായിട്ടാണ്, അതാണ് മെറ്റീരിയൽ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അതായത് സെലക്ട് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ അവരുടേതായ ഇഷ്ടത്തിൽ കണ്ടെത്തുന്നത്, അപ്ലൈ ചെയ്ത് പഠിക്കുന്നതാണ് എന്ത്. ഇവിടെ എല്ലാം തന്നെ ഇന്റലക്ച്വലി ആണ് കുഞ്ഞ് ചെയ്യുന്നത് അല്ലെ. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ് ഈ ഒരു സ്റ്റേജിൽ കംപ്ലീറ്റ്ലി നടക്കുന്നത്. ഓക്കെ, വെരി ഗുഡ് കോപിക, നന്നായിട്ട് പറഞ്ഞിട്ടോ. നല്ലോണം ഇരുന്ന് പഠിച്ചിട്ടുണ്ടോ അല്ലെ? നല്ലോണം ഇരുന്ന് പഠിച്ചിട്ടുണ്ടോ? മാം, ഞാൻ ആദ്യമായിട്ടാണ് ഈ സൈക്കോളജി നമ്മളുടെ വിഷയത്തിലോട്ട് വന്നേക്കുന്നത്. അപ്പൊ എനിക്ക് അത് എന്താന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയായിരുന്നു, എന്താണ് ഈ സംഭവം. ഇത് മാത്രമല്ല മിസ്, ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ മോള് സ്കൂളില് ഇപ്പൊ ഷേപ്പുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവളിപ്പോ എന്നെ വരച്ച് കാണിക്കും മതലില്, അമ്മ ഇത് എത്ര ഫേസസ് ഉണ്ട്, ഇതെന്താണ് പോലെ എഴുതിയിട്ടുള്ളത്, ഈ ഷേപ്പ് എന്താന്ന് നമുക്ക് അറിയോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇപ്പൊ സർക്കിള്, ട്രയാങ്കിള്, റെക്ടാങ്കിള്, സ്ക്വയർ ഒക്കെ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് ഓരോന്നോരോന്ന് പറഞ്ഞപ്പോ അത് കറക്റ്റ് ആണ് മിസ്. ഉപയോഗ പറഞ്ഞപ്പോ അതൊക്കെ ഓർമ്മ വന്നു. പിന്നെ മിസ് ക്ലാസ്സിൽ പറഞ്ഞപ്പോ പാവക്കുട്ടീനായിട്ട് സംസാരിക്കുന്നത് അതൊക്കെ മോളിപ്പോ ചെയ്യുന്നുണ്ട്. പിന്നെ സ്കൂളിൽ പോയി അത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പാവക്കുട്ടീനെ എടുത്തിട്ട് അവള് സംസാരിക്കുന്നത്, പിന്നെ എടുത്ത് ഉറക്കുന്നത്, അതേപോലെയുള്ള കാര്യങ്ങൾ മിസ്. ബാക്കി ക്ലാസ്സിലുള്ളവരും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്, റിവൈസബിലിറ്റി ഓഫ് തോട്ട് എന്താണ്? റിവൈസബിലിറ്റി ഓഫ് തോട്ട്, പ്രത്യാവർത്തന ചിന്ത എന്താണ്? ഗോപിക അറിയാം, ഗോപിക പറയുമല്ലോ. ഞാൻ കേട്ടില്ല. റിവൈസബിലിറ്റി ഓഫ് തോട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചില്ലേ ടീച്ചർ? റിവൈസബിലിറ്റി ഓഫ് തോട്ട് എന്താണ്? എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ഇൻ ദ ടൈം കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് അല്ലെ? അതെ, കാലഘട്ടത്തെ മുന്നോട്ടും പിന്നിലോട്ടും ചിന്തിക്കാനുള്ള കപ്പാസിറ്റിയാണ്. അത് ഏത് സ്റ്റേജിലാണ് നമ്മൾ പഠിച്ചത്? അത് നമ്മൾ പഠിച്ചത് 3rd സ്റ്റേജിലാ.
തേർഡ് സ്റ്റേജ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കൺസർവേഷൻ. അത് ഏത് സ്റ്റേജ് ആണ്? തേർഡ് സ്റ്റേജ് ആണ്. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലുള്ള പോയിന്റ്സ് ആണ് മിസ് പറഞ്ഞത്. അതിലുള്ള ഒരു പോയിന്റ് ആയിരുന്നു അണ്ടർസ്റ്റാൻഡിങ് ദ പ്രിൻസിപ്പിൾസ്. റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് മനസ്സിലാക്കിയതാണ് മിസ്. ഓക്കെ, അതെ അതെ, ഓക്കെ. അപ്പൊ തീരെ നന്നായിട്ട് പഠിക്കണം കേട്ടോ, ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇനി ഇതിനെ ബാക്കി പറഞ്ഞിട്ടില്ലല്ലോ. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജസിലെ ചേഞ്ചസുകളാണ് കുട്ടികൾ ഉണ്ടാവുന്നത്. അതിലെ ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? At this age, the child tends to live in a world of make-believe of which he is himself is the creator. At this stage, the child tends to live in tense തന്നെയാണോ ടെക്സ്റ്റിൽ കിടക്കണം നിങ്ങളുടെ? അതെ മിസ്. Okay, tends to live in a world of make-believe of which he himself is the creator. എന്താണ് പറയണത്? അവര് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത ലോകത്താണ് ആ സമയത്ത് അവർ ശ്രമിക്കുന്നത്. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങള് ആൺകുട്ടികളാണെങ്കിൽ കസേര കയറി ഇരുന്നിട്ട് വണ്ടി ഓട്ടിക്കും. എന്നിട്ട് പറയും അമ്മ ബാ കയറി ഇരി, നമുക്ക് ഒരുമിച്ച് പോകാം, ഞാനായി വണ്ടി ഓട്ടിക്കുന്നത് എന്ന് പറയും. അങ്ങനെ ക്രിയേറ്റിവിറ്റി സ്വന്തമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്യും. അതായത് അവരുടെ ലോകത്തെ ഏറ്റവും വലിയ ക്രിയേറ്റർ ആണെന്ന് അവര് സ്വന്തം ചിന്തിച്ചെടുക്കണം. അതായത് അവരുടെ ലോകത്തെ ഏറ്റവും വലിയ സൃഷ്ടാവ് എന്ന് അവരെ തന്നെയാണ് വിചാരിക്കുന്നത്. ഇപ്പൊ ഡ്രൈവറായിട്ട് മാറി എന്ന് പറഞ്ഞില്ലേ ഇപ്പൊ വണ്ടി ഓടിക്കുന്നത്. അവിടെ എന്താണ് അവന്റെ വിചാരം? അവൻ ഒരു ഡ്രൈവറാണ്, ഈ വണ്ടി ഓടിക്കുന്ന ഒരാളാണെന്ന് അങ്ങനെ വിചാരിക്കുകയാണ് കുഞ്ഞ്. അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് ഈ ഒരു സമയത്താണ് ഇങ്ങനത്തെ കപ്പാസിറ്റി. അതേപോലെ തന്നെ ഈ കുട്ടികളെ, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം യൂണിക്കോൺ അറിയില്ലേ? യൂണിക്കോൺ കാർട്ടൂൺസ് കണ്ടിട്ടില്ലേ? യൂണിക്കോണിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ അതേപോലെ അനുകരിക്കാനും, അല്ലെങ്കിൽ ആ ഒരു യൂണിക്കോൺ ആണെന്നുള്ള സങ്കല്പത്തിൽ, അതേപോലെ ഇപ്പൊ ഡോറയാണെങ്കിൽ ഡോറയായിട്ട് നടക്കുന്ന കുട്ടികൾ കണ്ടിട്ടുണ്ട് വീട്ടില്. കുതിര പോലത്തെ ബാഗ് അല്ലേ യൂണിക്കോൺ എന്ന് പറഞ്ഞ? അതാണ് ഇന്ന് കൊണ്ടുപോയേക്കുന്നത് വാശി പിടിച്ച്. ഒച്ചക്കമ്പുള്ള കുതിര, അതാണ് യൂണിക്കോൺ. ഓക്കെ, അപ്പൊ അവരെന്താണ് അങ്ങനെ വിചാരിക്കുന്നത്? എന്തുകൊണ്ടാണ് കുട്ടികൾ അങ്ങനെ ഒരു ചിന്താഗതി വരുന്നത്? എന്തുകൊണ്ടായിരിക്കും കുട്ടികൾ ആ ലോകത്തെ എന്ത് ലോകമാണെന്ന് ചിന്തിക്കാനായിട്ടുള്ള കാരണം എന്താവും? അങ്ങനെ അവർക്കത് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന കാര്യമായത് കൊണ്ടാണ് അവരതിലേക്ക് കൂടുതൽ അതിലേക്ക് ഇഴകിച്ചേരുന്നത് കൊണ്ടാണ് അവരൊരു ക്രിയേറ്റർ ആയിട്ട് അവർക്ക് തന്നെ ഫീൽ ചെയ്ത് തോന്നുന്നത്. ഓക്കെ, അത് കുറച്ചൊരു പീരീഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, എല്ലാ സമയത്തും ഉണ്ടാവില്ല. ഇപ്പൊ ഗോപിക പറഞ്ഞില്ലേ, എന്താ പറയാ, വണ്ടി ഇരുത്തിയിൽ ഡ്രൈവർ ആണെന്ന് പറഞ്ഞ് കയറി ഇരിക്കാൻ പറയുന്നത്. കുറച്ച് ദിവസമൊക്കെ വണ്ടി ഓടിക്കും അല്ലെ, കുറച്ച് ദിവസങ്ങൾ, കുറച്ച് പീരീഡ്, ആ ഒരു പീരീഡിന്റെ ടൈം കഴിയുന്നതിനനുസരിച്ച് അവരുടെ അത് ആ ഒരു ചിന്താശേഷി അവരിൽ നിന്ന് മാറും. ഓക്കെ, കുറച്ചുകൂടി മെച്ചുവേർഡ് ആവുന്നതിനനുസരിച്ച് അതൊക്കെ മാറി വരും. ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജസിലാണ് കുട്ടികൾ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ താൻ തന്നെ സ്വന്തം തന്റെ ലോകത്തെ ഒരു ക്രിയേറ്റർ ആണെന്ന് കുട്ടികൾക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്താണ്? Children become increasingly concerned with the cause and effect relationship in physical and natural phenomena in the environment. Children become increasingly concerned with the cause and effect relationship. What is cause and effect relationship? അതായത് അവര് കാരണങ്ങൾ തിരക്കും, എങ്ങനെയാണ് ഉണ്ടാവുന്നത്, കാരണങ്ങൾ തിരക്കാൻ തുടങ്ങുന്നത്, മനസ്സിലാക്കുന്ന ഒരു സമയമാണ് അല്ലെ? കാര്യകാരണങ്ങളോടൊക്കെ കോസ് റിലേഷൻ ഫാക്ട് എന്താണെന്ന് അറിയുന്നത്, പ്രത്യേകിച്ച് ഫിസിക്കലായിട്ടും നാച്ചുറലായിട്ടും. അതായത് പ്രത്യേകിച്ച് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യത്തിലും. ഇപ്പൊ മഴ പെയ്യുന്ന സമയത്ത് ആദ്യം കുഞ്ഞിന് മഴ എന്താണെന്ന് അറിയില്ല അല്ലെ? ആദ്യത്തെ സമയത്ത് അവർ നമ്മളോട് എന്ത് ചോദിക്കും? ആദ്യം ഒന്നും ചോദിക്കില്ല, കുഞ്ഞത് എന്തോ സംഭവം നടക്കുന്ന പോലെ ആദ്യ ചെറിയ സ്റ്റേജസിൽ നോക്കും. പിന്നെ ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏത് സമയമാണ്, ഏത് വയസ്സാണ്? 7 മുതൽ 11 വയസ്സ്. ഓക്കെ, ഇപ്പൊ നാച്ചുറൽ ഫിനോമിനകൾക്ക് ഏറ്റവും കൗതുകം തോന്നുന്ന കാര്യമാണ് മഴ പെയ്യുന്നതും ഇടി വെട്ടുന്നത് അല്ലെ? നമ്മളോടൊക്കെ ചോദിക്കുക, അവർക്ക് കാര്യം അറിയണം, അതിന്റെ കാരണം എങ്ങനെയാണ് മഴ പെയ്യുന്നത് അല്ലെ? നമ്മൾ എന്തെങ്കിലും അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കും, പക്ഷെ വീണ്ടും സംശയങ്ങൾ തോന്നും. ഓക്കെ, അപ്പൊ മഴയിൽ അവസാനിക്കും. മഴയുടെ കാര്യം പറഞ്ഞു കൊടുത്ത് എന്താണ് അത് അവസാനിപ്പിച്ചെന്ന് വിചാരിക്കുക. ഇനി അടുത്ത ഫിനോമിന വരും, കാറ്റ്. നല്ല അതിശക്തമായ കാറ്റ് വീശുന്നു.
അപ്പോഴും ചോദിക്കും എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ കാറ്റ് വീശുന്നത്, സംശയമാണ് കുഞ്ഞിനാണ്. അപ്പൊ കാര്യം അറിയണം, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കണമെന്ന് അറിയാനായിട്ടുള്ള ഒരു എബിലിറ്റീസ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ടാവും അവർക്ക്? മറ്റെന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവരെ കൊണ്ട് തന്നെ ചെടി വെപ്പിച്ചിട്ടേ പിറ്റേ ദിവസം വെള്ളം ഒഴിക്കാതെ അവർ വാടുമ്പോ വന്ന് ചോദിക്കും മിസ്സേ എന്താ അത് വാടിപ്പോയ ഇല അങ്ങ് വാടി നിൽക്കുന്നല്ലോ, അങ്ങനെ ചോദിക്കും. അത് എന്തുകൊണ്ടാ അങ്ങനെ ആവുന്നേ? അത് വെള്ളം ഒഴിക്കാത്തത് കൊണ്ടാണെന്ന് പിന്നെ നമ്മൾ അത് പറഞ്ഞു കൊടുക്കുമ്പോ അവർക്കത് സെറ്റ് ആവും. അങ്ങനെ അപ്പോ അവർക്ക് ഏറ്റവും കൂടുതൽ സംശയം തോന്നുന്നത് മിക്കതും നാച്ചുറൽ ആയിട്ടുള്ള ഫിനോമിനകളോടാണ്, അല്ലെങ്കിൽ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടാണ്. ഇപ്പോ വേറൊരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ തുമ്പി ബട്ടർഫ്ലൈസ് ഉണ്ടാകുന്ന ആ ഒരു ഫോർമേഷൻ, ആ ഒരു പ്രോസസ്സ് ഭയങ്കര കൗതുകം കൊടുക്കും അല്ലേ? അതിന്റെ ആ ഒരു അത്ര ദിവസം നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും പിന്നെ നമ്മൾ വീഡിയോസിൽ കാണിച്ചു കൊടുക്കും. നേരിട്ട് ചിലപ്പോൾ അവരെന്താണ് അവരുടെ വീട്ടുമുറ്റത്ത് ഇപ്പൊ നാരകം ചെടി, നാരകത്തിന്റെ ചെടി കണ്ടിട്ടുണ്ടോ നമ്മള്? നാരകം, അതിലാണ് കൂടുതൽ ഇത് കാണാറുള്ളത്. അപ്പൊ ആദ്യം കുഞ്ഞിന് മനസ്സിലാവില്ല അല്ലെ, പക്ഷെ ഇത് കണ്ടെത്താനുള്ള ഒരു ത്വരയാണ്. അതാണ് ആ ക്യൂരിയോസിറ്റിയുടെ ഭാഗം ഈ ഒരു സമയത്താണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പല കാര്യങ്ങൾ ഫിസിക്കലായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള അത്തരം കാര്യങ്ങളുടെ കോസ് ആൻഡ് ഇഫക്ട് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ചിന്താഗതിയൊക്കെ കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജസിലാണ്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങള് ഇത് 4 പഠിക്കണം. ബൈഹാർട്ട് ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഡെവലപ്മെന്റൽ ചേഞ്ചസ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ ഏതൊക്കെയാണ് നമ്മൾ ഓർത്ത് വെക്കുക. ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട, ബാക്കി നിങ്ങൾ ഓൾറെഡി ആ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എങ്കിലും അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. മാം ശരിക്കും ഈ സ്റ്റേജിൽ ഉണ്ടല്ലോ മാം ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു ഇത് തോന്നും. ഇപ്പൊ എന്റെ മോളൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് ഹെയർ കെട്ടാം, ഒറ്റയ്ക്ക് ഒരുങ്ങാം, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ കൂടുതൽ. പിന്നെ ഈ പറഞ്ഞ പോലെ എപ്പോഴും സംശയങ്ങളാണ്, അതെന്താ അങ്ങനെ, എന്താ ഇങ്ങനെ, അങ്ങനെയുള്ള സംശയങ്ങളാണ് എല്ലാത്തിനും. പിന്നെ ഇതുകൊണ്ടാണ് കേട്ടോ ഈ സ്റ്റേജിൽ അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് ചോദിക്കുന്നത് കേട്ടോ. അതായത് അവരുടെ ഏജിനനുസരിച്ചും അവരുടെ സ്റ്റേജിനനുസരിച്ചുള്ള കാര്യം കറക്റ്റായിട്ട് ചോദിക്കുന്നില്ലേ, അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ വിചാരിക്കാം നമുക്ക്. കറക്റ്റ് ആയിട്ട് ഓരോ സ്റ്റേജിൽ ചെയ്യുന്ന കാര്യങ്ങൾ അവർ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ട് വളരുന്ന കുട്ടികളാണ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് അങ്ങനെയും തിരിച്ചറിയാൻ പറ്റും കേട്ടോ. അതായത് നാച്ചുറൽ നോർമൽ ആയിട്ടുള്ള കുട്ടികളെ പോലെ അല്ലാന്നാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഉദ്ദേശിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഉറപ്പാണ് കേട്ടോ. അപ്പൊ അങ്ങനെയെങ്കിലും ഒന്ന് നോട്ടീസ് ചെയ്യണം. പിന്നെന്താണ്, there is a natural tendency in every child to become independent. എന്താ പറയുന്നത്? ഇൻഡിപെൻഡന്റ് പറഞ്ഞ പോലെ അവര് ഇൻഡിപെൻഡന്റ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. ഇപ്പൊ ശരണ്യ ചേച്ചി പറഞ്ഞ പോലെ നമുക്ക് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം തോന്നും. അതായത് എല്ലാം ഒറ്റയ്ക്ക് നോക്കണം, ആരെയും ഹെൽപ്പ് ചെയ്യാണ്ട് ചെയ്യണം എന്നുള്ള ഒരു ടെൻഡൻസി വരും അവർക്ക്. അതെ, ഇപ്പൊ നമ്മളിപ്പോ ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോഴേക്കും വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് ഒന്നും ചെയ്യും അല്ലെ. ഷർട്ടിന്റെ ബട്ടൺ ഇട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് മുടിയണോ നമുക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് ചെയ്യുന്നതായിരിക്കും അല്ലെ. പക്ഷെ അവര് ഒരു സമയം ഇപ്പൊ ഇടയ്ക്ക് തനിയെ കുളിക്കാൻ അവള് റെഡിയാണ്. അതേപോലെ തന്നെ ഡ്രസ്സ് ചെയ്യാന്ന് പറയും. ഞാൻ മുടി കെട്ടി പോയാൽ അത് മാറ്റിയിട്ട് ചിലപ്പോ തനിയെ ഇങ്ങനെ ഈ സ്ലൈഡ് ഇടും. അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, ന്യൂ ജനറേഷൻ അല്ലേ, ഭാഗ്യം. പുതിയ സ്റ്റൈലൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അടിയാണ് മിസ്, അടിയാണ് രാവിലെ. ഓക്കെ, അപ്പൊ എല്ലാ കുട്ടികളുടെ ആഗ്രഹം എന്താണ്? എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് സ്വതന്ത്രമായിട്ട് തുടരാൻ. അത് നാച്ചുറൽ ടെൻഡൻസിയാണ്. കുഞ്ഞുങ്ങൾ മാത്രമല്ല, നമ്മളെല്ലാവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അല്ലെ. നമ്മൾ ആരെങ്കിലും ഫോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ പ്രഷർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കില്ല. ഒരു കാര്യം പോലും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല, നമുക്ക് പ്രഷർ വന്നു കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ സ്വതന്ത്രമായിട്ട് ചെയ്യുമ്പോൾ എന്താണ്? സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രീ ആണ് അല്ലെ, ഫ്രീ ആണ്. പക്ഷെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കണം. കുട്ടികളെ അങ്ങനെ ഫുള്ളായിട്ട് ഇൻഡിപെൻഡന്റ് ആക്കുക എന്നല്ല പറയുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യാം. The child wants to explore the movement and gain control over his or her muscles and develop better coordination. If opportunities are not given to them for such analysis, they are not likely to become self-confident and are likely to lag behind in a developing motor skills. Okay. ഇനി നമ്മൾ ഇവിടെ ഒരു കാര്യം പറയുന്നത്, കുട്ടികളുടെ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ അവരുടെ മോട്ടോ കോർഡിനേഷൻസ് ഒക്കെ ബെറ്റർ ആയിട്ട് നടക്കണമെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക, അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കേണ്ടത് ആരാണ്? പാരന്റ്സ്.
പാരന്റ്സ് ആണ്, എസ്പെഷ്യലി പാരന്റ്സും ടീച്ചേഴ്സും വരെ അല്ലെ. ഓക്കെ, അതായത് നമ്മൾ അവസരം കൊടുക്കാതെ അല്ലെങ്കിൽ നമ്മൾ ഒരു കുഞ്ഞിനെ കൂട്ടിയിട്ട് എന്താണ് കുട്ടിയുടെ ഒരു തരത്തിലുള്ള മൂവ്മെന്റ്സുകളോ സ്റ്റേറ്റ്സുകളോ നല്ല രീതിയിൽ കടന്നു പോകില്ല. ഓക്കെ, അപ്പൊ അവർക്ക് അവരുടെ പ്രത്യേകിച്ച് മോട്ടോ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ, ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ നമ്മളാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് പാരന്റ്സ് ആണ്. അല്ലാത്ത പക്ഷം എന്താണ്, നമ്മൾ ഇതിനുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ കുട്ടികൾക്ക് എന്താണ് അത് ചെയ്യാൻ അറിയാതെ പോവുകയും ചെയ്യും. പിന്നെ അത്തരത്തില് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് മോട്ടോർ സ്കിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ കോൺഫിഡൻസ് ഇല്ലാതെ മാറുകയും ചെയ്യും. ഓക്കെ, ഒരിക്കലും ഇതേപോലെ നമ്മൾ അവസരം കൊടുത്തില്ലെങ്കിൽ എന്താണ് ഒരിക്കലും അവരുടെ മോട്ടോർ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യുന്നില്ല. അതായത് ഒരു കുഞ്ഞിന് വെറുതെ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു മുറിക്കുള്ളിൽ അടച്ചിട്ട് ഒരു ടിവിയിൽ കാർട്ടൂൺ മാത്രം വെച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിക്കാം. പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് കാണും അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് അന്ന് വൈകുന്നേരം വരെ വണ്ടി കണ്ടോളും. അവിടെ അവൻ എന്തുമാത്രം നടക്കുന്നുണ്ട്, എന്തെങ്കിലും നടക്കുന്നുണ്ടോ അവിടെ കുട്ടിയുടെ? എന്തെങ്കിലും നടക്കുന്നില്ല. അവൻ അവന്റേതായ ഏതോ ഒരു ലോകത്തായിരിക്കും അല്ലെ. ഭക്ഷണം പോലും കഴിക്കുന്നത് അറിയാം. നമ്മുടെ കുട്ടികൾ ടി വി കാണുമ്പോ അറിയാതെ കഴിക്കുന്നുണ്ടല്ലേ. നമ്മള് അറിയാതെ കഴിച്ചു. ടി വി കാണുന്നതാണെങ്കിൽ എല്ലാം ചിലപ്പോൾ കംപ്ലീറ്റ് തരും. അതിന്റെ രുചി എന്താണെന്നോ, അത് ഏത് തരം ഭക്ഷണമാണെന്നോ, എന്ത് വിഭാഗത്തിൽപ്പെട്ടതാണെന്നോ, മധുരമാണോ ഏതാണോ എരിവാണോ പുളിയാണോ ഒന്നും കുഞ്ഞുങ്ങൾ തിരിച്ചറിയില്ല. ഓക്കെ, അങ്ങനെ വളരുന്ന കുട്ടികളും ഉണ്ട്. അത്തരം സാഹചര്യങ്ങളുള്ള പാരന്റ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് നമ്മൾ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ പാരന്റ്സ് ആണ് ഒരുക്കി കൊടുക്കുന്നത്. എങ്കിൽ മാത്രമേ അതൊക്കെ ഡെവലപ്പ് ചെയ്യുള്ളൂ. ഇനി ചിൽഡ്രൻ ജനറലി സ്റ്റാർട്ട് സ്പീക്കിംഗ് വേർഡ്സ് ലൈക്ക്, കുട്ടികളെ സാധാരണയായിട്ട് കോമൺലി പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ബാപ്പ അമ്മ അല്ലെ, ബാപ്പ അമ്മ അല്ലെ. ഇവിടെ ഇത് പറഞ്ഞപ്പോ ഒരു കാര്യം പറയാൻ പറ്റുമോ, ഈ ടെക്സ്റ്റിൽ ഈ ബാപ്പ അമ്മ എന്ന് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. ഞാൻ എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻസ് ഇട്ടപ്പോ ഒരു MP ഒരു ക്വസ്റ്റ്യൻസ് ഇട്ടപ്പോ ഈ വാക്ക് ഞാൻ മാറ്റി കൊടുത്തു. അതായത് ഇങ്ങനെ തന്നെ പ്രൊണൗൺസിയേഷൻ വേറെ ലെറ്റേഴ്സ് വെച്ച് കൊടുത്തു. പാപ്പാന്ന് പകരം ടാറ്റ പാപ്പ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ആ കുട്ടി എന്ത് ചെയ്തു ആൻസർ എന്നിട്ട് ഇത് കൊടുക്കാതെ വേറെ ഓപ്ഷൻസ് കൊടുത്തു. അപ്പൊ ആ കുട്ടി എന്നെ വെല്ലുവിളിച്ചു, ടീച്ചർ ടെക്സ്റ്റിൽ ഇതാണ് പഠിപ്പിച്ചത്, എന്നിട്ട് ഓപ്ഷൻ ഇട്ടത് അതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്. മനസ്സിലായോ കാര്യം വന്നത്? ഇതല്ല, ഇത് കണ്ടില്ല, അതുകൊണ്ട് ആൻസർ തെറ്റാണെന്നുള്ള മെസ്സേജ് ടെക്സ്റ്റ് അടക്കം ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നെ. ചിന്തിച്ച കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ പോരെ. ബാപ്പ അമ്മ എന്നുള്ളത് അത് ലെറ്ററുകൾ മാറ്റി കൊടുത്തിട്ടുള്ളൂ. പ്രൊണൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് തന്നെയാണ്. കുട്ടികള് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സംസാരിക്കുന്നത് ഇത്രയുള്ള വാക്കുകളാണ് അല്ലെ, ചെറിയ ചെറിയ വാക്കുകളോടെയാണ് സംസാരിക്കുന്നത്. അത് ഓപ്ഷൻ മാറ്റി കൊടുത്തു എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി. അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെയൊക്കെ മാറ്റിയൊക്കെ തരും. അത് ശരിക്കും പറഞ്ഞ ആൾക്ക് ശരിക്കും അത് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ആൾക്ക് പറ്റിയ മണ്ടത്തരമാണ്. പക്ഷെ അത് ആളെ അക്സെപ്റ്റ് ചെയ്യണില്ല. എന്തൊക്കെ പറഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ ഞാൻ മാർക്കൊന്നും കൊടുത്തില്ല കേട്ടോ. മാർക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ കറക്റ്റ് ആൻസർ അവിടെ കിടപ്പുണ്ട്. അതായത് ഇതേപോലത്തെ കുറെ ലെറ്റേഴ്സ് കൊടുത്തിട്ട് ഓൾ ഓഫ് സ്റ്റെബോ കൊടുത്തു. ഓൾ ഓഫ് സ്റ്റെബോ ആൻസർ. അപ്പൊ ഈ ലെറ്റർ ഇല്ലാന്ന് പറഞ്ഞ ആൾ ആൻസർ ചെയ്തില്ല. മനസ്സിലായോ? ഇതില്ലാന്ന് പറഞ്ഞ ആൻസർ ചെയ്തില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഓപ്ഷനും തരുമോ മിസ്? അതായത് ടാട്ടാന അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ചെറിയ ചെറിയ വാക്കുകൾ കൊടുത്തു. അങ്ങനെ തന്നെയുള്ള കുഞ്ഞുങ്ങൾ പറയും. ഓരോ കുട്ടികൾ പല രീതിയിൽ പറയും. പക്ഷെ ഈ ബാ പാ മ എന്ന ഈ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇതില്ലാതെ ഇതാണ് ആൻസർ എന്നാണ് കുട്ടി പറയുന്നത്. ഇതല്ലാതെ കുഞ്ഞുങ്ങൾ വേറെ ഒന്നും പറയില്ല എന്ന് പറയുന്നത്. എന്താണ് നോക്കിയത്? ഓക്കെ, ശരി. Children generally start speak words like Bappa, Ma. Around 6 months, gradually his vocabulary increases. അല്ലെ, അവിടെ സ്റ്റാർട്ടിങ്ങിൽ ആദ്യം അവരിങ്ങനെ ചെറിയ ചെറിയ വാക്കുകളോട് പറയുന്നു. പിന്നെ എന്താണ് ഒരു 6 months ഒക്കെ കഴിയുന്ന സമയത്ത് അവരുടെ വൊക്കാബുലറീസ് ഇൻക്രീസ് ചെയ്യും. വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? വൊക്കാബുലറി ഒരു അല്ലെ, കുറച്ചും കൂടി ആ ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് അവരുടെ വൊക്കാബുലറീസ് ഇൻക്രീസ് ചെയ്യും. അല്ലെ, കുട്ടികളെ സംസാരിക്കണമെങ്കിൽ ആദ്യം ആരാണ് സംസാരിക്കേണ്ടത്? ആദ്യം ആരാണ് എൻകറേജ് ചെയ്യേണ്ടത്? അതെ, നോക്കാം. Talking to them and encouraging them to talk on stage is very important for their language development. അല്ലെ, അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടാണ് അവർ എന്തെങ്കിലും സൗണ്ട്സ് ഒക്കെ പുറപ്പെടുവിക്കുന്നത്. ചെറിയ സ്റ്റേജിൽ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് നിങ്ങളുടെ കുട്ടികളെ
നിങ്ങൾ എന്തൊക്കെയോ പറയുമ്പോൾ ആദ്യം മനസ്സിലാവാതെ നോക്കിയിരുന്നു, പിന്നീട് നമ്മൾ പറയുന്ന ഏതെങ്കിലും വാക്കുകളൊക്കെ ക്യാച്ച് ചെയ്ത് പതിയെ പതിയെ അതിന്റെ സൗണ്ട് പുറപ്പെടുവിക്കാൻ തുടങ്ങി അല്ലെ? നിങ്ങൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്താ ക്ലാസ് തുടങ്ങിയായിരുന്നോ? തുടങ്ങി മിസ്. തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇത് തന്നെയാണ് മിസ് പറയുന്നത്. അതിൽ ഇതൊക്കെ തന്നെയാണ് അല്ലേ? അതെ. ഓക്കെ. അപ്പൊ അവരെ എൻകറേജ് ചെയ്താൽ മാത്രമാണ് കുഞ്ഞുങ്ങള് നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്ന അനുസരിച്ച് നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ മാനറിസം അല്ലെങ്കിൽ നമ്മുടെ ലിപ് മൂവ്മെന്റ് ഒക്കെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്സ് നടക്കുന്നത്. ഓക്കെ. അതായത് ശരിക്കും പറഞ്ഞ ഈ ഒരു സ്റ്റേജിൽ, അതായത് 6 months ഒക്കെ കഴിയുന്ന ആ ഒരു ടൈമിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂടുതൽ കുട്ടികളോട് സംസാരിക്കുന്നത് എന്താണെങ്കിലും എല്ലാ വിശേഷം, ഇപ്പൊ മുത്തശ്ശനും മുത്തശ്ശിമാരൊക്കെ സംസാരിക്കാൻ വന്നിട്ടില്ലേ, എല്ലാ വിശേഷവും പറയും, കാര്യകാരണങ്ങളൊന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും പറയും. പക്ഷെ കുഞ്ഞതിന് റിയാക്ടും ചെയ്യുന്നുണ്ട്. നമ്മളൊന്ന് നോക്കിയാൽ മനസ്സിലാവും അല്ലെ? അവര് ചിരിക്കും. മിസ് ശരിയാണ്. അമ്മായിമ്മ എപ്പോഴും സംസാരിക്കുമായിരുന്നു, കൊച്ചിനോട് എപ്പോഴും കാ 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 ബാ ബാ ഇതൊക്കെ പറയുമായിരുന്നു. കൊച്ച് ഇതേപോലെ ആദ്യം പറഞ്ഞു തുടങ്ങിയതും ബാ 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 പാ 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 മാമ അമ്മ ആ ഒരു ഓർഡർ തന്നെയാണ് മിസ്. പിന്നെ കാ നമ്മളിപ്പോ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിലേ ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. പിന്നെയും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്റെ മോനെ, അതായത് അവനെ മനസ്സിലാവുന്നുണ്ട്, അവൻ നമ്മളെ കളിയാക്കുന്ന പോലെ പിന്നെയും ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. അതെ, ശരിയാണ്. നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, കാരണം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ടേ. യെസ്. Then early stimulation helps to practice mastering the language. Next ഒരു പോയിന്റ് വരുന്നുണ്ട്. എന്താണ്? Early stimulation helps them to practice mastering the language. എന്താണ് early stimulation എന്ന് പറയുന്നത്? Early stimulation അനുമോളെ നേരത്തെ കുഞ്ഞുങ്ങളില് നേരത്തെ ഒരു ഉത്തേജനങ്ങൾ അല്ലെ? അതായത് ഭാഷയെ എങ്ങനെ സ്വാധീനിക്കും? കുഞ്ഞ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അത് എങ്ങനെ സ്വാധീനിക്കും? നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ നേരത്തെ ഇപ്പൊ മുത്തശ്ശി കുഞ്ഞു കുട്ടികളോട് സംസാരിക്കുന്ന പറഞ്ഞില്ലേ, അവർക്ക് നേരത്തെ തന്നെ അവരുടെ ബോഡിയിലോട്ട് ആ ഉത്തേജനം കൊടുത്തുകൊണ്ടിരിക്കുക. അതായത് ലാംഗ്വേജ് ആണ്. ശരിക്കും പറഞ്ഞാൽ അവർ പറയുന്ന ഓരോ വാക്കുകൾ അവർ ക്യാച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ബോഡി മൂവ്മെന്റ്സിലാണ്. നമ്മൾ പറയുമ്പോൾ നമ്മുടെ ആക്ഷൻസ്, ലിപ് മൂവ്മെന്റ് ഒക്കെ അവരെ കുഞ്ഞ് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏർലി സ്റ്റേജിൽ നിന്നാണ് അത് പഠിച്ചു കൊടുക്കുന്നത് അല്ലെ? അവരുടെ കുഞ്ഞു കാലഘട്ടത്തിൽ നിന്നാണ് അത് കുഞ്ഞുങ്ങളത് പഠിക്കുന്നത്. പിന്നീട് ഒരു ചില കുട്ടികള് 2 വയസ്സ് പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ നല്ല രീതിയിൽ സംസാരിക്കും അല്ലെ? അതിൽ 1 വയസ്സിൽ തന്നെ നല്ലോണം സംസാരിക്കുന്ന കുട്ടികളുണ്ട്. 1 വയസ്സിൽ തന്നെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 1 വയസ്സിന് മുന്നേ സംസാരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. അന്ന് മുതൽ സംസാരിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ഓരോരുത്തരുടെ കാറ്റഗറി അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതായത് എന്റെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ആദ്യ സമയത്ത്, കൂട്ടുകുടുംബമായിരുന്നു. അപ്പൊ വീട്ടിലുള്ള എല്ലാവരും എന്നോട് സംസാരിക്കുന്നു. അതുകൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. കാരണം എല്ലാവരും സംസാരിക്കുക, എല്ലാവരുമായിട്ട് ഇടപെടാൻ പറ്റുന്നുണ്ട്. എല്ലാവരുടെ സംസാര രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടാണ്, അവരിൽ നിന്ന് പല കാര്യങ്ങൾ പഠിച്ചിട്ടാണ് നമ്മളിൽ ഒരു ലാംഗ്വേജ് ഉണ്ടായിരിക്കുന്നത്. നോർമലി ഫാമിലിയിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജസ് തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജിന്റെ ഒക്കെ ബേസിക് സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയാണ് അല്ലെ? വീട്ടിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ ആദ്യത്തെ വാക്കുകളും കാര്യങ്ങളും പഠിക്കുന്നത്. ഓക്കെ. യെസ്. അപ്പൊ ആദ്യകാലത്ത് ഉത്തേജനമാണ് കുട്ടികളെ ഭാഷയുടെ ഏറ്റവും കൂടുതൽ മാസ്റ്ററിംഗ് ആവാനായിട്ട് സഹായകമാകുമെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ എന്താണ്? There are many children who do not get the right kind of environment during childhood days. There are many children who do not get the right kind of environment during childhood days. അല്ലെ? കുട്ടിക്കാലത്ത് ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു സാഹചര്യത്തിലല്ല, നല്ലൊരു ചുറ്റുപാടിൽ വളരാതെ വരുന്ന, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഡേയ്സ് നല്ലത് കിട്ടാത്ത ആൾക്കാരുണ്ടായിരിക്കും അല്ലെ? എല്ലാവർക്കും ഒരേപോലെ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടണമെന്നുണ്ടോ? ഇല്ല. പല കാരണങ്ങൾ കൊണ്ട് അല്ലെ? ഫിസിക്കലായിട്ടും സോഷ്യലായിട്ടും ഒക്കെ ഇക്കണോമിക്കലായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് എന്താണ് കുട്ടികൾക്ക് നല്ലൊരു അന്തരീക്ഷം കിട്ടണം തന്നെയാണ്. അപ്പൊ നല്ലൊരു അന്തരീക്ഷം കിട്ടാത്ത കുട്ടികളാണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ നല്ല അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യാനോ അവരെ ബൂസ്റ്റ് ചെയ്യാനോ എൻകറേജ് ചെയ്യാനായിട്ടുള്ളൊരു നല്ലൊരു എൻവയോൺമെന്റ് ഇല്ലെങ്കിൽ എന്താണ്, കുട്ടികൾ പതിയെ അതിൽ നിന്ന് ഉൾവരും അല്ലെ? അവരുടെ എല്ലാത്തിനും കഴിവുകൾ അതിലേക്ക് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ഓക്കെ. ദർ ഇസ് നോ വൺ ടു ബൂസ്റ്റ് ദം അറ്റ് എനി ഫെസിലിറ്റി. കുട്ടികളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനൊന്നും ആരുമില്ലെങ്കിൽ, പ്രത്യേകിച്ച് ചൈൽഡ്ഹുഡ് ഡേയ്സിൽ നിങ്ങൾ അങ്ങനെ ആലോചിക്കണം കേട്ടോ. ചൈൽഡ്ഹുഡ് ഡേയ്സിൽ അങ്ങനെ സപ്പോർട്ടീവ് ആയിട്ട് ആരെങ്കിലും ഇല്ലെങ്കിൽ അവരെന്താണ് എല്ലാ കാര്യങ്ങളും നിന്ന് പിൻവലിയാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ.
Even if they have all the potential, the environmental conditions prevailing at home tend to, അവിടെ സെന്റൻസ് ഒന്ന് കറക്റ്റ് ചെയ്യണേ, കാഫ്റ്റർ എന്നല്ല കേട്ടോ, ഹിൻഡർ എന്നാക്കാം. tend to hinder, HINDER എന്നാക്കാം കേട്ടോ. ഇവിടെ കാഫ്റ്റർ എന്ന് വേർഡ് കണ്ടോ, അത് വെക്ക, എന്നിട്ട് ഹിൻഡർ എന്നാക്കാം, HINDER. ഹിൻഡർ മീൻസ് തടസ്സങ്ങള്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്, when you have all the potential, the environmental conditions prevailing at home tend to hinder their growth and development. അപ്പൊ നമ്മള് കുട്ടികൾക്ക് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നല്ലൊരു എൻവയോൺമെന്റൽ കണ്ടീഷൻസ് കുട്ടികളുടെ ആ ഒരു ചൈൽഡ് പീരീഡിൽ കിട്ടിയില്ലെങ്കിൽ അവരുടെ അത് എന്തിനെയൊക്കെയാണ് അത് ബാധിക്കുന്നത്, എന്തിനെയായിരിക്കും ബാധിക്കുന്നത്, ഡെവലപ്മെന്റിനെ തന്നെയാണ്. അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാത്തരം വളർച്ചയും വികസനത്തിനെയും അത് ഒരേപോലെ തന്നെ ബാധിക്കും. എന്ത് കിട്ടിയില്ലെങ്കിൽ, നല്ലൊരു എൻവയോൺമെന്റൽ കണ്ടീഷൻസിൽ എല്ലാ കുഞ്ഞു വളർന്നു വരുന്നെങ്കിൽ, അതായത് അവരെ ബൂസ്റ്റ് ചെയ്യാനോ അവരെ സപ്പോർട്ട് ചെയ്യാനോ ആയിട്ട് ആരും ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എന്താണ് നോർമലി അവരെ ബൂസ്റ്റ്, നമ്മളെയൊക്കെ നമ്മളുടെ അച്ഛനമ്മമാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾക്കൊക്കെ ഇവിടം വരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായത്, എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിച്ചത്. അപ്പൊ നമ്മുടെ ആ ഒരു ചെറിയ കാലഘട്ടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ചെറിയ കാലഘട്ടം, നിങ്ങളുടെ ആ ഒരു 7 വയസ്സ്, ഒരു 5 വയസ്സ് ആ ഒരു കാലഘട്ടത്തിലേക്ക് ഓർക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ആരുണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാനായിട്ട്? പാരന്റ്സ് ഉണ്ടായിരുന്നു അല്ലെ? പാരന്റ്സ് ഇല്ലാത്ത കുട്ടികളുടെ അല്ലെങ്കിൽ അങ്ങനെ സപ്പോർട്ടീവ് അല്ലാത്തൊരു ചുറ്റുപാടില്ലാത്ത കുട്ടികൾക്കാണ് അവരുടെ അത് വളർച്ചയും വികസനത്തെ അത് ബാധിക്കും എന്ന രീതിയിലൂടെ പറയുന്നത് കേട്ടോ. എന്ത് പറ്റി ജയശ്രീ മെസ്സേജ് എന്നേ? ഒരാൾക്ക് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു, അപ്പൊ ഞാൻ എഴുതിയതിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയതാ, ഓഫ് ആക്കിയിട്ട് കേറാൻ പറഞ്ഞതാ. ആർക്കും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. ചെറുപ്പത്തില് നന്നായി സംസാരിക്കും, കുറെ ആൾക്കാരുണ്ടായിരുന്നു വീട്ടിലേന്ന്. എന്റെ മോന് ഇതേപോലെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ വീട്ടില്. അച്ഛനും അമ്മയും ജോലിക്ക് പോകും, പിന്നെ ഞാനും മോനും മാത്രമേ ഉള്ളൂ. അപ്പൊ കുറച്ച് സംസാരം മാത്രമേ നടക്കണുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ മോനെ സംസാരത്തില് ഭയങ്കര വിക്കലായിരുന്നു ചെറുപ്പത്തില്. സംസാരിക്കാൻ പറ്റാതെ ഡോക്ടർ കാണിച്ചപ്പോ പറഞ്ഞു തൊട്ടടുത്തൊരു അംഗനവാടി ഉണ്ട്. അപ്പൊ ശരിക്കും ഏജ് ആയിട്ടില്ലെങ്കിലും ഡോക്ടർ എന്താ പറഞ്ഞത്, കുട്ടികളെ ഇടയിൽ കൊണ്ടുപോയി ഇരുത്താൻ പറഞ്ഞു. അപ്പൊ അവരുടെ ഇടയിൽ സംസാരിക്കുമ്പോ അങ്ങനെ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. ശരിയായോ? ശരി. എന്നിട്ട് അങ്ങനെ ചെയ്തപ്പോ ശരിയായി. പിന്നെ അങ്ങനെ സംസാരിച്ചിട്ട് അപ്പൊ ഓക്കെയാണ്. ശരണ്യന്റെ മോന്റെ കാര്യമാണ് പറയുന്നത്. മോന്റെ കാര്യം പറയണേ. ശരണ്യക്ക് തന്നെ നല്ല രീതിയിൽ സംസാരിച്ചാ മതി, ശരണ്യ മതി, അംഗനവാടി വേണമെന്നില്ല കേട്ടോ. ഇങ്ങനെയല്ല പറഞ്ഞത്, നന്നായിട്ട് സംസാരിക്കുക കുട്ടികളെ കൂടെ കേട്ടോ. നന്നായിട്ട് അവരുടെ എല്ലാ ഫീലിങ്സും നമുക്കും ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കമ്മ്യൂണിക്കേഷൻ വേണം. ഈ ഡിസംബറിൽ എന്റെ കുട്ടിക്ക് 4 ഇയർ ആവും, പക്ഷെ അവനും ഇതേപോലെ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല മിസ്. അപ്പൊ ഇങ്ങനെ ഇന്നത് വേണമെന്ന് പറയൂല, അവള് നിർബന്ധിച്ച് കൊടുക്കണം മഞ്ഞെത്തി ചോറ്, അങ്ങനെയൊക്കെ ചെറിയൊരു പ്രോബ്ലംസ് ഉണ്ടായി. അവന് ഇഷ്ടമുള്ള സാധനങ്ങളാണെങ്കിൽ അതൊന്നും ഉണ്ടാവുള്ളൂ, ഓരോരുത്തരുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് വ്യത്യാസമാണ്. അപ്പൊ ആയി വരുന്നുണ്ടാവുള്ളൂ. 4 വയസ്സായെന്ന് പറഞ്ഞ് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെ ജനന മുതലുള്ള പീരീഡ്സിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. പിന്നെ ടിവിയിൽ കൂടുതൽ കോൺട്രാക്ഷൻ, ടിവിയാണ് മിസ് കൂടുതലും. കാർട്ടൂൺസ് ഒക്കെയാണ് ഭയങ്കര ഇഷ്ടം. അതാണ് പ്രശ്നം. ചെറിയൊരു പ്രോബ്ലം ഇതേപോലെ ഒരു പേടിയുണ്ട്. അതാണ് പ്രശ്നം. അതിൽ കുറെ നേരം ഇരിക്കുന്നുണ്ടായിരിക്കും കുഞ്ഞെങ്ങനെ കേട്ടോ. അതൊന്നും അധികം അനുവദിക്കുന്ന. ജേഴ്സിക്ക് കൂടിയൊക്കെ കളിക്കാൻ സമയം കിട്ടാറുണ്ടോ മിസ്? ഇവിടെ വന്ന് നിൽക്കുമ്പോ ഇപ്പൊ അവര് ചെന്നൈയിലാണ്, അനിയന്റെ കുട്ടിയാണേ. അപ്പം ഇപ്പൊ ചെന്നൈയിലാണ്. അപ്പൊ ഇവിടെ വരുമ്പോ ഞങ്ങൾ ഒപ്പം ഇരിക്കും, അവനോട് കൂടുതൽ സംസാരിക്കണം എന്ന് പറയും ഞാൻ അനിയത്തിയോട്. കാരണം ഇവിടെ ഞങ്ങൾക്കൊന്നും സത്യം പറഞ്ഞ ആ ടൈമിൽ TV ഒന്നും കാണാൻ ടൈമില്ല. കൂടുതൽ കാർട്ടൂൺസ് കാണാൻ ഇരിക്കുമെങ്കിൽ ഞങ്ങളും ഇരിക്കും കോച്ചിന്റെ ഒപ്പം, ഓരോന്ന് പറഞ്ഞു കൊടുക്കും. നമ്മള് സംസാരിക്കുന്നതനുസരിച്ച് നമ്മളെ എൻഗേജ്ഡ് ആക്കാൻ നമുക്ക് പറ്റും, അവരെ എൻഗേജ്ഡ് ആക്കാനായിട്ട് നമുക്ക് പറ്റുമ്പോഴാണ്. പിന്നെ 4 ലാംഗ്വേജ് ഒരുമിച്ചായി പോയി മിസ്. അതായത് കന്നഡ കൊച്ചു ക്യാച്ച് ചെയ്യേണ്ടി വന്നു, തമിഴ് ക്യാച്ച് ചെയ്യേണ്ടി വന്നു, ഇംഗ്ലീഷ് ആണ് ടിവിയിൽ കാണുന്നത്, പിന്നെ എന്റെ വീട്ടിൽ മലയാളമാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ കുറച്ച് പ്രോബ്ലംസ് വന്നു. ഇപ്പൊ ഏത് പറയണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയി കൊച്ചിന്. വീട്ടില് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ഉണ്ടാവില്ലേ വീട്ടില്? അതാണ് മിസ് പ്രശ്നം. അവിടെ കന്നഡയാണ്, ഇവിടെ മലയാളമാണ്. അപ്പൊ അവിടെ അനുവിന്റെ അമ്മയ്ക്ക് കന്നഡ പറയിപ്പിക്കണം എന്ന് നിർബന്ധമായിരുന്നു. ഇവിടെ നേരെ മറിച്ച് അമ്മയ്ക്ക് മലയാളം പറയണം. നമ്മുടെ ഒരു ഭാഷ വേറെ ഉണ്ട്. അതെ മിസ്. ഓക്കെ,
യെസ്. നിങ്ങൾ ഈ ഭാഗം ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. അതിന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാനില്ല. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ് ആണ്. എന്താണ് അതിന്റെ? ഇല്ല, ഞാൻ മിസ് ഈ പാരഗ്രാഫ് ഒക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുന്നു. ശരിക്കും ആ പാരഗ്രാഫ് ഫുൾ എന്റെ ലൈഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ കുറച്ചു നേരം വിചാരിക്കുന്നത് അതൊന്ന് ഷെയർ ചെയ്യണമെന്ന്. അപ്പൊ അങ്ങനെ ഓരോരുത്തർ പറയുമ്പോഴും അതെന്താന്ന് പറയാം മിസ്, എനിക്കൊരു മോനുണ്ട്, മോനും ഒരു മോളാണ്. അപ്പൊ മോനിപ്പോ 9 വയസ്സാണ്. പക്ഷെ ഇതുപോലെ തന്നെ മോൻ ജനിച്ച് ഒരു വയസ്സൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടി വന്നു തിരിച്ച്. അപ്പൊ നമുക്ക് ഫാമിലിയിൽ പണ്ടത്തെ പോലെ ജോയിന്റ് ഫാമിലി ഒന്നല്ലോ, ന്യൂക്ലിയർ ഫാമിലി അല്ലേ, ഗ്രാൻഡ് മദർ മാത്രമല്ലോ, ഐ മീൻ മദർ ഇൻ ലോ. അപ്പൊ മദർ ഇൻ ലോ കെയർ ചെയ്യണ കാരണം ഞാനും ഹസ്ബൻഡും ജോലിക്ക് പോയിരുന്നു. പക്ഷെ എന്താണെന്നറിയോ, മോന് എപ്പോഴും ഫുൾ ടൈം ഉറക്കും, പിന്നെ TV കാണലൊക്കെയാണ്. അപ്പൊ നമ്മൾ അറിയുന്നില്ല മോൻ ഇവിടെ എന്താണ്. നമുക്കും അതിന് അത്ര ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ജോലിക്ക് പോകണം, ലൈഫ് മോന് ഉള്ളതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കണം, ഈവനിങ് വേഗം തിരിച്ചു വരുമ്പോഴൊക്കെ അവൻ വല്ലാതെ വിഷമിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ അത് മാത്രമല്ല, അവർക്ക് അപ്പൊ സംസാരിക്കാൻ ആരുമില്ല. ഗ്രാൻഡ് മദർ മീൻസ് മദറിലോ നോക്കും, ഫുഡ് കൊടുക്കും, TV കാണും, ഉറങ്ങും, ഫുൾ ടൈം ഉറക്കുക, അങ്ങനെ ഒരു പരിപാടി മാത്രം. പുറത്തേക്ക് പോവുക, സംസാരിക്കുക ഒന്നുമില്ല. അപ്പൊ പതുക്കെ പതുക്കെ അവന് 1-1.5 വയസ്സൊക്കെ ആയപ്പോഴേക്കും അധികം സംസാരിക്കുന്നില്ല മീൻസ് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഒരു ഡെവലപ്മെന്റൽ ഡിലേ, അതായത് 1.5 വയസ്സിന് ഉണ്ടാവുന്ന ഒരു സംസാരം ഒന്നും അവന് അധികം ഇല്ല. വാക്കുകൾ മാത്രമേ ജസ്റ്റ് ഇങ്ങനെ പറയുള്ളൂ. അപ്പൊ നമുക്ക് ടെൻഷനായിട്ട് ഡോക്ടറൊക്കെ ഇതുപോലെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അധികം സംസാരിക്കാത്തതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്ന് അതായത് നോക്കി. കുഞ്ഞിനെ കംപ്ലീറ്റ് ആള് ഉറക്കായിരുന്നു അല്ലെ? പകല് സമയം അറ്റ്മോസ്ഫിയർ നമ്മൾ അറിയുന്നില്ല മിസ് എന്താണ്. കാരണം നമുക്ക് ജോലിയിലും ഒരുപാട് പ്രഷറൊക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ ശ്രദ്ധിക്കണമല്ലോ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉച്ചയ്ക്കൊക്കെ വിളിച്ചു നോക്കും, ഉണ്ണി ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോ ഒക്കെ പറയും ഞാൻ നോക്കില്ലേ പിന്നെ എന്താ. അപ്പൊ അങ്ങനെ ഇങ്ങനെ കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും വേണ്ട, നമ്മൾ അധികം ഡിസ്റ്റർബ് ചെയ്യണം, പക്ഷെ നമുക്കുള്ളിൽ ടെൻഷൻ ഉണ്ടാവും. അപ്പൊ മോൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉറക്കം, അധികം സംസാരിക്കാൻ ആരില്ല, അവരും TV കണ്ട് ഇങ്ങനെ ഇരിക്കണോണ്ടായിരിക്കാം മേ ബി. അപ്പൊ അവനിങ്ങനെ ഇത് വന്നപ്പോ 1.5-2 വയസ്സൊക്കെ ആവാറായപ്പോ ഡിലേ വന്നപ്പോ നൈസായിട്ട് ഞാൻ ജോലി രാജി വെച്ചു. കാരണം മോനെ കൂടെ നിക്കാന്നുള്ളതല്ലേ ഏറ്റവും വലിയ കാര്യം. അപ്പൊ അങ്ങനെ അത് എന്റെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ആണ് മിസ്. നമ്മളിങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ജോലി ചെയ്യണം, പക്ഷെങ്കിലും അത് ലേറ്റർ ഓൺ ആണ് നമ്മൾ സമ്പാദിക്കുന്നത്. പക്ഷെ ഇപ്പൊ അവരെ കൂടെ നിൽക്കേണ്ടതല്ലേ. അപ്പൊ ഒന്ന് ഞാൻ നോക്കി. പറയട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് പറയട്ടെ. എന്റെ ഒരു വിഷയത്തിൽ പറയുന്നതാണ്. പക്ഷെ നമ്മളത് അങ്ങനെ ചിന്തിച്ചാൽ ശരിയായിരിക്കും. കാരണം നമ്മുടെ കുട്ടികളോടുള്ള ഒരു സമയം ഏകദേശം ഒരു 3-3.5 വയസ്സ്, 4 വയസ്സ്, 3.5 വയസ്സ് മാക്സിമം, ആ ഒരു സമയം വരെ ശരിക്കും നമ്മൾ കൂടെ ഉണ്ടായിരിക്കണം. അതാണ് correct. എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എനിക്ക് അല്ലേ? എന്റെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫ് തീർന്നൊന്നും പോകുന്നില്ല. നമുക്ക് എപ്പോ വേണമെങ്കിലും ഒരു ജോലി പിന്നെയും കണ്ടെത്താൻ പറ്റും. പക്ഷെ അവരുടെ കൂടെയുള്ള ആ ഒരു 3.5 വയസ്സുള്ള പ്രായം പിന്നെ നമുക്ക് കിട്ടോ? ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അല്ലെ? ഒരിക്കലും കിട്ടില്ല. നമ്മള് കുട്ടികളെ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മളെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ തോന്നും. പക്ഷെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുമായിട്ട് ശരിയാണ് അങ്ങനെ മിസ്. ആവില്ല. കാരണം കൊച്ചുങ്ങൾ ഇതേപോലെ ഓരോ സ്റ്റേജ് കാണിക്കുമ്പോ ഹസ്ബൻഡ് പറയും ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കണം, കുറച്ച് നാൾ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കളി കാണാൻ പറ്റൂല. അതേപോലെ മണ്ണിൽ കളിക്കുന്നത്, കമന്ന് വീഴുന്നത്, മുട്ട് കുത്തണത്, പിന്നെ ഇങ്ങനെ നടന്ന് നീന്തി പോണത്, ഇരിക്കാൻ ശ്രമിക്കുന്നത്, നിക്കുന്നത്, പിടിച്ചു നടക്കുന്നതൊക്കെ മിസ്. അപ്പൊ അങ്ങനെയൊക്കെ ഇതുപോലെ ഇത് ഞാൻ എന്റെ മുഴുവനായിട്ടില്ല കേട്ടോ. ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അതുകൊണ്ട് റിസൈൻ ചെയ്ത് മോനെ നന്നായി കെയർ ചെയ്ത്, അതുപോലെ കുറച്ചൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്ത്, ഇതുപോലെ അങ്ങനെ അവനെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നു. അതുപോലെ നേരത്തെ 2.5 വയസ്സാകുമ്പോഴേക്കും അംഗനവാടിയിൽ വിട്ടു, ഫ്രണ്ട്സായി, കുട്ടികളായി. കാരണം വീട്ടില് മോനാണ് മൂത്തത്, വേറെ കുട്ടികൾ ആരും ഇല്ല. അപ്പൊ അവൻ ഞാൻ ഉണ്ടെങ്കിൽ പോലും ഒരു കുട്ടികളോടുള്ള ഒരു മിങ്കിൾ ചെയ്യുന്ന ഒരു സംഭവം അറ്റ്മോസ്ഫിയർ ഉണ്ടായിക്കോട്ടെ നന്നായി മിസ്. അപ്പൊ മോനെ നന്നായി. പിന്നെ അതിൽ നിന്ന് പഠിച്ച പാഠം ഞാൻ മനസ്സിലാക്കി. അങ്ങനെ രണ്ടാമത് എനിക്ക് മോളുണ്ടായപ്പോ മോള് 8 മാസം തൊട്ടേ നന്നായി സംസാരിച്ചു തുടങ്ങി. മിസ് പറയില്ലേ ഇപ്പൊ 1 വയസ്സിൽ സംസാരിച്ചു. ഇവിടെ എന്റെ മോള് രണ്ടാമത്തെ മോളാണ്. മോള് 8 വയസ്സ് തൊട്ടേ നന്നായി സംസാരിക്കും. അവള് ഒരു വയസ്സൊക്കെ ആകുമ്പോഴേ നന്നായി ഒരു സ്പീച്ച് പോലെ ഒരു സ്റ്റോറി വരെ അവൾക്ക് പറയാനുള്ള ഒരു ഇത്. അത് ഒരുപക്ഷെ നമ്മൾ അത്രയും കെയർ ചെയ്തുകൊണ്ടാണ്. പിന്നെ എന്താ പറയാ, മോൾക്കൊരു മോനും സപ്പോർട്ട് ഉണ്ടല്ലോ. അതായത് എപ്പോഴും ഒരു വീട്ടില് ഒരു കുട്ടിയല്ലാണ്ട് 2 കുട്ടികൾ എപ്പോഴും ഉണ്ടാവണം മിസ്സേ. അത് അവർക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്യാനായിട്ടും. നമ്മൾ വിചാരിക്കും ഒരു കുട്ടി, പക്ഷെ അങ്ങനെയല്ല. നമ്മളെക്കാളും കൂടുതൽ അവർക്കാണ് പരസ്പരം മനസ്സിലാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനും പറ്റുക. അപ്പൊ മിസ് പറഞ്ഞ പോലെ ലാംഗ്വേജ് 3.5 വയസ്സാണ്. 2.25 വയസ്സായപ്പോഴാണ് ഞാൻ PGക്ക് ജോയിൻ ചെയ്തത്. PG എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തു, കോളേജിൽ പോവാതെ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് 3.5 വയസ്സ് LKG പോകുന്ന സമയമായപ്പോഴാണ് ഞാൻ BEdന് ജോയിൻ ചെയ്തത്. അപ്പൊ അവർക്ക് എന്താണ് മിസ്സിന് വെച്ചിട്ടുണ്ടാവാം.
മിസ്സിന്റെ കല്യാണം കഴിഞ്ഞാന്ന് അറിയത്തില്ലായിരുന്നു. അറിഞ്ഞൂടായിരുന്നോ? നല്ല ആൾക്കാരാണ്. ഞാൻ രസം മിസ്സിന് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഒരു കുട്ടിയല്ലേ പറഞ്ഞേ? പറഞ്ഞത് LKG അല്ലേ? അല്ല, ഫോർത്ത് സ്റ്റാൻഡേർഡിലാണ്. 4th സ്റ്റാൻഡേർഡ്. അപ്പൊ അപർണ മിസ്സിന്റെ ആണ് തോന്നുന്നു അല്ലേ? ഓക്കെ അപർണയുടെ മോളാണ് ചെറുത്. ഓക്കെ ഓക്കെ മിസ്, സോറി. ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് ആയിട്ട് PG ചെയ്തപ്പോഴും നമ്മള് കുട്ടിയുടെ അടുത്തൊന്നും മാറിയിട്ടില്ല. അത് അവർക്ക് അത് നഷ്ടപ്പെടുകയും ചെയ്യരുത്. പ്രത്യേകിച്ച് എനിക്കൊരു കൺസേൺ ഉണ്ടായെന്ന് വെച്ചാല്, എന്റെ ഒരു വയസ്സിൽ എന്റെ അമ്മ മരിച്ചതാണ്, ഒരു വയസ്സില്. അപ്പൊ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു എന്റെ കുഞ്ഞിന് ആ ഒരു ബുദ്ധിമുട്ട് വരാതെ എല്ലാ ഏജിലും അമ്മ കൂടെ ഉണ്ടാവണം എന്നുള്ളത്. ആ ഒരു നിർബന്ധ പ്രകാരമാണ് ഞാൻ ആ 2.25 വയസ്സ് വരെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഇരുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെയും മടിയായിരിക്കും. അത് കഴിഞ്ഞ് അവനൊരു UKG കഴിയുമ്പോഴേക്കും അണ്ടർ സ്റ്റാൻഡേർഡിലാകുമ്പോഴേക്കും BEd ഒരുവിധം കഴിച്ചെടുത്തു. പക്ഷെ ഒരിക്കലും കൊച്ചിനെ മാറ്റി എടുത്തിട്ട് ഞാൻ പഠിച്ചിട്ട് പോകില്ല. അവൻ ഉറങ്ങുന്ന സമയത്ത് മാത്രമാണ് BEd പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് അവന് അമ്മ പഠിക്കാന്ന് പറഞ്ഞ ഒരിക്കലും ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല. അങ്ങനെ അത് പക്ഷെ ഒരുപാട് എഫേർട്ട് എടുക്കുന്നത് എന്ന് വെച്ചാല് ഒരു 10 മണിക്ക് ശേഷം ഏകദേശം ഒരു 4 മണി വരെ ഇരുന്നിട്ടൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതായത് കൊച്ചിനൊന്നും വരാത്ത രീതിയിൽ മാക്സിമം നോക്കി. അങ്ങനെയാണ് അത് എന്റെ നിർബന്ധ പ്രകാരമാണ്. കാരണം എനിക്ക് അമ്മയുടെ യാതൊരു വിധത്തിലുള്ള ഫീലിങ്സോ ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ ഒരു വിഷമം ഞാൻ എന്റെ കുട്ടിയിലൂടെ നമ്മളെ ഡിഫൻസ് ഭയങ്കരമായിട്ടുണ്ടാവും മിസ്. കുട്ടി എന്നുള്ളൊരു ഫീലിങ്സ് മിസ്സിന് ഭയങ്കരമായിരിക്കും. അതായത് അവന്റെ ഓരോ കാര്യങ്ങള് എല്ലാം എല്ലാവർക്കും അതായിട്ട് മിസ്. അപ്പൊ എല്ലാവരോടും പറയുന്നത് എന്താണ്, നമ്മള് അവരുടെ ആ ഒരു ടൈമിൽ എപ്പോഴും കൂടെ ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടേതായിട്ടുള്ള ലോകത്തിലേക്ക് മാറും. പിന്നെ നമ്മളുടെ ആവശ്യമുണ്ട്, പക്ഷെ കുറെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ആ സ്റ്റേജ് ഒന്നും ഒരിക്കലും നമുക്കിനി കാണാൻ പറ്റില്ല. ഇപ്പൊ ഉള്ള സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അങ്ങനെ വിചാരിച്ചാൽ നമുക്കിതൊരു ബേർഡൻ ആയിട്ടോ ഇല്ല. എന്തോ ടീച്ചറിന് എത്ര കുട്ടികളുണ്ട്? ഒരു മോനുണ്ട്. ടീച്ചറിന്റെ കല്യാണം കഴിഞ്ഞാന്ന് ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഞാൻ വിചാരിച്ചു തുടക്കം തന്നെ പറഞ്ഞിരുന്നല്ലോ. ആ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏജ് പറഞ്ഞില്ല, ഏജ് പറഞ്ഞില്ലായിരുന്നു. കല്യാണം ഒരു കുട്ടിയുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. നല്ല പ്രായമുണ്ട്. അതെ, ടീച്ചറിന്റെ മാരേജ് കഴിഞ്ഞെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. നല്ല പ്രായമൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ ശരിക്കും എന്നാലും ഏകദേശം വയസ്സുണ്ടോ? ഒരു 35 ഇല്ലേ? ഒരു 30 ആവുന്നുള്ളൂ. നേരത്തെ ഇല്ലെന്നോ? മോനാണോ മോളാണോ? മോനാണ്. ഓക്കെ, അപ്പൊ ഞങ്ങളെക്കാ പ്രായം കുറവല്ലേ? പ്രായം കുറവാണ്. ഞങ്ങളെക്കാന്ന് ഉദ്ദേശിച്ച ആരാണ്? അർച്ചനയാ പറഞ്ഞേ. അച്ഛനെയാണോ? ഓക്കെ. പ്രായം ഒരു മാറ്റർ അല്ലല്ലോ അല്ലേ? അല്ല, അല്ല. കർമ്മം കണ്ടാൽ പ്രായം തോന്നില്ല. മതിയോ പറഞ്ഞത്? വലുതാവാത്തത് എന്റെ ഡെവലപ്മെന്റ് സ്റ്റേജിന്റെ പ്രശ്നമാണ്. ഞാനിങ്ങനെ ഭയങ്കര ചെറുപ്പം, പൊക്കവും ഇല്ല, ഹൈറ്റ് കുറവാണ്, വണ്ണവും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നിങ്ങൾ വീഡിയോസിലൊന്നും കാണാറില്ല എന്നെ അതിൽ കണ്ട ഹൈറ്റ് മനസ്സിലാവില്ല. ഇച്ചിരിയോളോ കുറച്ചോളൂ. പക്ഷെ എന്താന്ന് വെച്ചാലേ മിസ്സിനെ കണ്ട ഏജ് തോന്നില്ല. ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡ് കുട്ടി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഏകദേശം 35 പറഞ്ഞേ. അല്ലെങ്കിൽ ഇത്ര തോന്നിക്കില്ല. ലിദ്യ പറഞ്ഞത് എന്റെ കറക്റ്റ് ഏജ് ആണ്. വല്ല കാര്യമുണ്ട് ചേച്ചി, എനിക്ക് പറയണ്ട. എന്റെ കുട്ടി മിസ് എന്റെ മോനൊന്നും അല്ല പഠിക്കണേ. 4th സ്റ്റാൻഡേർഡിലെ മോന്. മോള് LKG. മോൾക്ക് 4 വയസ്സായി ഇപ്പൊ. ശരി. ഏരിയാസ് ഇനി ചാപ്റ്റർ തീർക്കണം നോക്കില്ല. ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ് സിമ്പിൾ ആണ്. അതൊന്ന് അടുത്ത ക്ലാസ്സിലൊന്ന് നോക്കിയിട്ട് വരാമോ? മിസ്, എന്റെ മോൾക്ക് 3 വയസ്സാണ്. അവള് താജുന്നിസ. അവള് ഹാർട്ടിന്റെ സർജറി ഒക്കെ ആയതുകൊണ്ട് കൂടുതൽ അവളെ കൂടെയാണ് കൂടുതൽ നിന്നത്. അപ്പൊ എപ്പോഴും എന്റെ കൂടെ. അപ്പൊ ബാത്റൂമിൽ പോകാൻ പോലും സമ്മതിക്കൂല. കാരണം ഡോറിന്റെ അടുത്ത് വന്നിട്ട് കരച്ചില്ല. കൂടുതൽ ടച്ചിങ് ആയോണ്ടേ കുഞ്ഞിന് അത്രയും അറ്റാച്ച്മെന്റ് കൊടുക്കണ്ട കേട്ടോ. നമുക്ക് എന്തായിരിക്കും വിഷമം, നമ്മളെല്ലാം വിഷമിക്കും.
അറ്റാച്ച്ഡ് ആയാലും കാരണം നമുക്ക് എവിടെ പോകാനും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അനുമോളുടെ മാരേജ് കഴിഞ്ഞാണോ? അനുമോൾക്ക് 2 കുട്ടികളാണ് മിസ്. ആണോ? അതേന അവിടെ ഉണ്ട്, വീഡിയോയില് കാണിക്കുന്നുണ്ട്. ഇല്ലാടികളാണോ? ഇവിടെ ഉണ്ട്. ഇന്ന് രണ്ടുപേരും പോയിട്ടില്ല, ചുമയായിട്ട് വിട്ടിട്ടായിരുന്നു. ഇവിടെ ഉണ്ട്, രണ്ടുപേരുണ്ട്. മോനാണോ? മിസ് ഇവിടെ വയ്യായികൊക്കെ കാണിച്ചു 3 പേരും. ഭയങ്കര മടിയാണ് ഇപ്പൊ രാവിലെ എണീച്ച് പോവാനേ. ഇളയാളെ റെഡിയാക്കാൻ ടൈം എടുക്കുന്നതുകൊണ്ട് മൂത്ത ആൾക്കാർ കുറച്ചുകൂടെ മടി പിടിക്കും. അവള് പോണില്ലല്ലോ അല്ലെങ്കിൽ അവൻ പോണില്ലല്ലോ, ഇത്തിരി പ്രശ്നമാണ്. ഈ ക്ലാസ്സിലെ ഏറ്റവും കുഞ്ഞു കുട്ടികളുള്ളത് എനിക്കാണ് മാം. ഈ ക്ലാസ്സിലെ ഏറ്റവും കുഞ്ഞു കുട്ടികൾ. ഒരാൾക്ക് 20 വയസ്സ്, ഒരാൾക്ക് 15 വയസ്സ്. നല്ല പ്രായമാണ്. അതുകൊണ്ട് മാം ഇവിടെ പഠിക്കുന്ന കുറെ കാര്യങ്ങൾ ഞാൻ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? കാരണം ഇത്രയും വർഷമായില്ലേ നമ്മൾ കുറെ അപ്പൊ ഞാൻ അപ്പുറത്തൊരു കുഞ്ഞാവയുണ്ട്, 4 മാസം പ്രായമാണ്. അവന്റെ അടുത്ത് പോയി കളിക്കുകയും ചിരിക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, മിസ് പറഞ്ഞല്ലോ 3 മാസത്തിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, 4-ാം മാസത്തിൽ അവർക്ക് ഉണ്ടാക്കുന്ന സൗണ്ട്. അങ്ങനെയാണ് ഞാനിപ്പോ. മറ്റേതൊക്കെ നമ്മളൊന്ന് മറന്നു പോകത്തില്ലേ? എന്റെ സമയത്ത് എന്റെ മക്കളുടെ സമയത്തൊന്നും മൊബൈലൊന്നും ഇത്രയും ആയിട്ടില്ലായിരുന്നു, വീഡിയോ ഒന്നും എടുത്ത് വെക്കാനായിട്ട്. അങ്ങനെയും ഉണ്ടായിരുന്നു. അതെല്ലാം മറന്നുപോയി. ഇപ്പൊ ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട് ഇവരുടെയൊക്കെ ആ ചേഞ്ചസ്. മിസ് എനിക്കൊരു മോനാണ്, 2 വയസ്സ്. 2 വയസ്സ്, നല്ല പ്രായം. സ്റ്റേജിലാണ് കേട്ടിട്ടില്ല. കുഞ്ഞിപ്പോ നമുക്ക് ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റും. കുഞ്ഞിപ്പോ സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്, 0 to 2 years അല്ലേ? അതെ. ആ ക്ലാസ് ഒന്നും പഠിച്ചോട്ടോ. ഓക്കെ. നമ്മുടെ ക്ലാസ്സിലെ ഷാരിമോൾ എന്ന് പറഞ്ഞാൽ അവരുണ്ടായിരുന്നല്ലേ? ഷാരിമോൾ എന്തോ വർക്കിലാണ് ഇപ്പൊ. ഇടയ്ക്ക് ക്ലാസ് കേൾക്കാറുണ്ട്, പക്ഷെ ഒന്നും പറയാറില്ല. എന്നുവെച്ചാൽ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴേ നിങ്ങൾ കുറച്ചുപേര് ക്യാമറ ഓൺ ചെയ്യും, അർച്ചന കുറച്ചുപേരൊക്കെ, പിന്നെ ഷാരിമോൾ ആദ്യം ഇടയ്ക്കൊക്കെ ഓൺ ചെയ്തിട്ട് വരുന്നത്. അങ്ങനെ ഫേസ് പരിചയമുള്ള കുറച്ചുപേരുണ്ട്. ആ കൂട്ടത്തില് കാണാണ്ടായപ്പോ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, ബാക്കി ആരും ഓൺ ചെയ്യാറില്ല കേട്ടോ. മിസ് B.Ed ഫിനിഷ് ചെയ്തതിന് ശേഷമാണോ അപ്പൊ ഇതില് കയറിയത്? മോണ്ടിസോറി PG അല്ല അല്ലേ? B.Ed 2018 കഴിഞ്ഞു, 2020 കഴിഞ്ഞു. 20 ഇപ്പൊ ഏതൊക്കെ സബ്ജക്റ്റ് ആയിരിക്കും അതിൽ ഉണ്ടാവുള്ളൂ? സൈക്കോളജി ഉണ്ടാവും. സൈക്കോളജി ഉണ്ടാവും, അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് സൈക്കോളജി. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ വേറെ ഞാൻ പഠിച്ചിരുന്നു സൈക്കോളജി. ഞാൻ B.Com ആയിരുന്നു മിസ്, അതുകൊണ്ട് ഇതിനെ കുറിച്ച് വലിയ ഇതറിയില്ല. B.Ed കുറിച്ച് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് എല്ലാരും ചോദിക്കുന്നുണ്ട്. പക്ഷെ B.Ed എടുക്കാറുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളാണ്, ഒന്നുമില്ല. അതായത് ഞാൻ മഹാരാഷ്ട്രയില് ഡിഗ്രി കോഴ്സ് ചെയ്തത് പൊളിറ്റിക്കൽ സയൻസിലാണ്, PG ചെയ്തത് സോഷ്യോളജിയിലാണ്. അത് കഴിഞ്ഞിട്ട് B.Ed എടുത്തത് സോഷ്യൽ സയൻസും സൈക്കോളജിയാണ്. +2 ജോഗ്രഫി ആയിരുന്നു മെയിൻ എടുത്തിരുന്നത്. ഒക്കെ ഡിഫറെന്റ് സബ്ജക്ട്സുകളാണ്. എല്ലാം അറിയാം മിസ്. എല്ലാം അറിയാമൊന്നുമില്ല. പിന്നെ അങ്ങനെ മഹാരാഷ്ട്രയിലാണ് ഞാൻ ഡിഗ്രി പഠിച്ചിരുന്നത്, മഹാരാഷ്ട്ര കോളേജ് എടുക്കല്ലേ. B.Ed പഠിച്ചത് പൂന്തറയാണ്. എറണാകുളം മിസ്? പൂന്തറ കിഴക്കേക്കോട്ടയില് നമ്മുടെ ഹിപ്പ് പാലസിന് മുന്നായിട്ട്. അറിഞ്ഞൂടാ മിസ്, ഞാൻ തൃശ്ശൂരാണ്. മഹാരാജ് കേട്ടിട്ടില്ലേ കോളേജ്? അയ്യോ ഞാൻ അവിടെ കൊറേ അലഞ്ഞു തിരിഞ്ഞതാ, അത് കഴിഞ്ഞിട്ട് വേറെ സ്കൂളിൽ കയറി. മഹാരാജിനെ തൊടാതെ നമുക്ക് എറണാകുളത്തേക്ക് പോകാൻ പറ്റില്ല, അതിൽ ഇറങ്ങിയാണ് പോകുന്നത്. അതെ. പിന്നെന്താ, പിന്നെ കുറെ നാള് ടീച്ചർ, ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് ഞാൻ ടീച്ചറായിട്ട് 4-5 വർഷം വർക്ക് ചെയ്തു. ഞാൻ 10 വരെ പഠിച്ച സ്കൂളിൽ തന്നെ, ഇവിടെ കരിമ്പാടം എന്ന് പറയും ഞങ്ങളുടെ അടുത്ത്. അവിടെ ആദ്യം ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ 2-3 വർഷം, അത് കഴിഞ്ഞ് പിന്നത്തെ വർഷങ്ങൾ കംപ്ലീറ്റ് 10th ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അഡോളസൻസ് കുട്ടികളെ കംപ്ലീറ്റ് ഡീൽ ചെയ്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതായത് 14-15 വയസ്സുള്ള കുട്ടികൾ, അതില് ആൺകുട്ടികളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് മനസ്സിലാക്കിയ കാലഘട്ടങ്ങളാണ്. കാരണം പെൺകുട്ടികള് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, ആൺകുട്ടികളാണ് നല്ലതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അവർക്കാണ് നല്ല സ്നേഹമുള്ളത്. നല്ലൊരു ടീച്ചർ ടീച്ചർ ആകാനായിട്ട് എന്നെ ഏറ്റവും നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്തത് ആ കുട്ടികളാണ്. കാരണം ക്ലാസ്സിലൊരു 45-ന് മേലെ കുട്ടികളുണ്ടായിരുന്നു ക്ലാസ്സില് 10th പഠിക്കുമ്പോൾ. കാരണം പിന്നെന്ന് വെച്ചാല് ഒരുപാട്
ഈ നമ്മുടെ എന്താ പറയാ ലാസ്റ്റത്തെ പ്രോഗ്രാം എന്താണ് 10th കഴിയുമ്പോഴുള്ള സെന്റ് ഓഫ്. ഓ ഇത്രയും കൂടിയങ്ങൾ വേറെ ഒന്നുമില്ല. എന്തൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണെന്ന് പറയുന്നത്. ഒരു കൊല്ലം മുഴുവൻ ആ കുട്ടികളെ പഠിപ്പിച്ചിട്ട് ലാസ്റ്റ് പിരിയാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെനിക്ക് എവിടെ ചെന്നാലും കിട്ടാറുണ്ട്. മോണ്ടിസോറിയിലാണെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണെങ്കിലും ഉണ്ട്. ലാസ്റ്റ് ദിവസം ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോഴും കുറയുന്നത്. നിങ്ങളുടെയൊക്കെ ഏകദേശം അടുത്തടുത്ത് വരുന്നു. പെട്ടെന്ന് തീരുന്നുണ്ട് കോഴ്സുകള്. നമ്മൾ വിചാരിക്കാത്ത ദിവസം ഇപ്പൊ ഒരു കോൺവൊക്കേഷൻ എത്തിച്ചേരും. പെട്ടെന്നാണ് പോയാ മതി മിസ്. ഇപ്പൊ തന്നെ ടൈം എക്സാം വരില്ല നിങ്ങൾക്ക്. ഈ പോർഷൻസ് ഒക്കെ തീരുമ്പോ ടൈം 1 എക്സാം തുടങ്ങും. നന്നായിട്ട് പഠിക്കണം. സ്റ്റഡി ലീവ് ഉണ്ടാവുമല്ലോ മിസ്? സ്റ്റഡി ലീവ് പിന്നെ സ്റ്റഡി ലീവ് ഇല്ലേ? അയ്യോ ആരോ പറഞ്ഞു കേട്ടാ. സ്മാർട്ട് ലീവ് തന്നെയാണ്. മെയിൻ എക്സാമിന് ഉണ്ടായിരിക്കും. മെയിൻ എക്സാമിന് ഇപ്പൊ തരുമായിരിക്കും. അല്ലാതെ ടേം എക്സാമിനൊന്നും നിങ്ങൾക്ക് തരില്ല. ടേം എക്സാം 50 മാർക്കിന്റെ 40 മാർക്കിന്റെ നമ്മുടെ പാർട്ടും 10 മാർക്കിന്റെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. സിമ്പിൾ ആയിരിക്കുള്ളൂ. പക്ഷെ പഠിക്കണം. എന്റെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം നിങ്ങൾ ഫ്രീ സിമ്പിൾ ആവുന്ന പ്രതീക്ഷിക്കരുത് കേട്ടോ. വർത്താനം പറയും ക്വസ്റ്റ്യൻസിൽ ഞാൻ ക്രൂരത കാണിക്കാറുണ്ട്. ഒന്നും തോന്നരുത്. അങ്ങനെ ഇടുന്നത് നിങ്ങൾ കുറച്ചും കൂടി ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് നിങ്ങൾ മാറ്റിയിടാൻ വേണ്ടി ഇടുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതോളൂ. അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി. ആണോ എന്ന് ചോദിക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കുള്ളൂ. ആരോട് പറയാറില്ല. പക്ഷെ പിള്ളേര് പ്രാഗരുതുണ്ട്. ഇങ്ങനെ പറയില്ല നമ്മളെ പിള്ളേരെ. അശ്വതി മിസ്സും ഇത്തിരി കുഴപ്പിച്ചിടാറ് മിസ് ക്വസ്റ്റ്യൻസ്. അതായത് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റൂല. ഇതാണോ അതാണോ എന്നൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. പോലെ പോകുന്ന സുഖം പോലെ ആയിരിക്കില്ല ക്വസ്റ്റ്യൻ പേപ്പർ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ടെസ്റ്റ് ഉണ്ടാവും നമ്മുടെ മോക്ക് ടെസ്റ്റുമായി ബന്ധപ്പെട്ട്. പിന്നെ ചെറിയതായിട്ട് നിങ്ങളൊന്ന് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന പോലെയൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നല്ല ബ്രില്യന്റ് ആൾക്കാരൊക്കെ. നിങ്ങളെ പറ്റി തന്നെ പ്രത്യേകിച്ച് പറയണോ? നല്ല അഭിപ്രായങ്ങളുള്ള ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ അത് കളഞ്ഞു കുളിക്കരുതിരിക്കില്ല. അത്രേ പറയാനുള്ളൂ. എല്ലാവരും ഈച്ച് ആൻഡ് എവരി വൺ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിപ്പോൾ ഓരോ ടീച്ചേഴ്സിനും നല്ല അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. എല്ലാം കൊണ്ട്. ഓക്കെ. വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമ്മളെ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അതിപ്പോ നിങ്ങളെ കൂടെ ഞാൻ ക്ലാസ്സിലേക്ക് ചെയ്യിപ്പിച്ചോളാം. ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഡിഫൻസ് മെക്കാനിസം ചാപ്റ്റർ 9. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മിസ്. സൈൻ ഔട്ട് ഉണ്ടായിരുന്നോ? താങ്ക് യു സോ മച്ച്. ഫാത്തിമ. Thank you so much for today's valuable class about the Piaget's theory about the concrete operational stage. ഈ സ്റ്റേജിൽ എന്ന് വെച്ചാൽ കുട്ടികളെല്ലാം സ്വന്തമായിട്ട് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. പിന്നെ അവരെല്ലാം ആദ്യമായിട്ട് ബാപ്പ അങ്ങനെ സംസാരിച്ച് തുടങ്ങുന്നത്. മതിയുടെ ഒരു താങ്ക്സ് മതി. താങ്ക്സ് മതി. താങ്ക് യു.